സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ സാറേ? അപ്പൊ നമുക്ക് ജോയിൻ ചെയ്യുന്നവര് എല്ലാവരും കയറട്ടെ, നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ഇവിടെ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുന്നത് ആലപ്പുഴ ചാപ്റ്റർ ആണ്. ആലപ്പുഴ ചാപ്റ്ററിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിന് നമ്മുടെ വേദി കൈമാറുകയാണ് ആലപ്പുഴ ചെയർമാനായ നമ്മുടെ മനോജ് കൃഷ്ണേശ്വരി സാറിന്. വെൽക്കം മനോജ് സർ. താങ്ക് യു. പ്രിയമുള്ളവരെ, നമ്മുടെ സംസ്ഥാന ട്രഷറർ ഷഷാദ് മാഷുണ്ട്. അനിൽ സാറും സംസ്ഥാന ചെയർമാൻ അനിൽ സാറ് ഓൺ ദ വേയിലാണ്, വണ്ടിയിലാണ്, അതുകൊണ്ട് ജോയിൻ ചെയ്യുന്നില്ല തൽക്കാലം. സംസ്ഥാന ട്രഷറർ ബിജു സാറ് പേഴ്സണലി അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിലാണ്. നമ്മുടെ STPയുടെ സംസ്ഥാന ഡയറക്ടർ നിഷ മാഡം ഉണ്ട്. STPയുടെ ആലപ്പുഴയുടെ ചുമതലയുള്ള സജി സാറുണ്ട്. നമ്മുടെ ചാപ്റ്ററിന്റെ ചെയർമാൻ ചാപ്റ്ററിന്റെ ട്രഷറർ ഹാരിസ് സാറുണ്ട്. ജനറൽ കൺവീനർ രാജേഷ് സാർ ഇപ്പോൾ ജോയിൻ ചെയ്യും. ഒപ്പം ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ആലപ്പുഴ ചാപ്റ്റർ തുടങ്ങിയിട്ട് 10ാമത്തെ മാസത്തിലാണ്. എല്ലാ മാസവും നമ്മൾ SDP കൃത്യമായിട്ട് ചെയ്തു വരുന്നു. ഓൺലൈനിലും ഓഫ്ലൈനിലുമായിട്ട് ചെയ്തു വന്നുകൊണ്ടിരിക്കുകയാണ്, ഇതുവരെയും മുടക്കം കൂടാതെ. ഓരോ ദിവസം ചിലർ വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ടാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്നും തികച്ചും വ്യത്യസ്തനായ ഒരു വ്യക്തി വ്യത്യസ്തമായ വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത്. അധികം ആരും കേട്ടിട്ടില്ലാത്തൊരു വിഷയം, എന്നാൽ വളരെ പ്രാധാന്യമുള്ള വിഷയം, എല്ലാ ദിവസവും നമ്മൾ കൈകാര്യം ചെയ്യേണ്ട വിഷയം. എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനും എൻ്റെ ഒരു മെന്ററാന്ന് പറഞ്ഞാൽ പോലും അതിശയമില്ല, എന്നെ ഇങ്ങനെ കൈപിടിച്ചു വരുത്താൻ ഒത്തിരി സഹായിച്ചിട്ടുള്ള വ്യക്തിയും കൂടിയാണ് നമ്മുടെ അനിൽകുമാർ സാറ്. ഞങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഒരേ ഡിപ്പാർട്ട്മെന്റിൽ, വ്യത്യസ്ത ജില്ലയിലാണെന്ന് മാത്രമേ ഉള്ളൂ. ഒരേ നാട്ടുകാരനാണ്. അപ്പൊ ഏറെ സന്തോഷത്തോടുകൂടി അനിൽ സാറിനെ ചാപ്റ്ററിന് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഓവർ ടു നിഷ മാം. മനോജ് സാർ, താങ്ക് യു. നമ്മുടെ ചാപ്റ്ററിലെ നിങ്ങളാണ് ഇനി പ്രോഗ്രാം നിങ്ങൾക്ക് വേദി വിട്ടു തന്നു മനോജ് സാറെ. രാജേഷ് സാർ ഉണ്ട്, അദ്ദേഹത്തിന് 2 വാക്ക് സംസാരിക്കാൻ ശ്രമിക്കുന്നു. ഓക്കെ, നിഷാമ, മനോജ് കൃഷ്ണ സാറ്, സജി സാറ്, അലൻ സാറ്, ബാക്കി പ്രിയപ്പെട്ട എല്ലാവരെയും എല്ലാവരോടും അല്പക്ഷമ ചോദിക്കുന്നു. കേൾക്കുന്നില്ല? കേൾക്കുന്നില്ല? കേൾക്കാൻ സാർ, ഒരു സൗണ്ട് വരുന്നുണ്ട്, ഒന്ന് അൺമ്യൂട്ട് ചെയ്യാൻ നോക്കണേ. ഓക്കെ. അപ്പോ അല്പം ലേറ്റായി പോയി, മനഃപൂർവ്വമല്ല. ഞാൻ 7:30-ക്കൊരു ഗൂഗിൾ മീറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ NSSന്റെ ഒരു ക്ലസ്റ്റർ ഉണ്ട്, 12 സ്കൂളിന്റെ. പക്ഷെ ഞാനും അതും വിട്ടുപോയി. 7:40 അവർ വിളിക്കുമ്പോഴാണ് ഓർക്കുന്നത്. അപ്പൊ അത് ആ മീറ്റിംഗ് അത് കാരണം ഒരു 10 മിനിറ്റ് വൈകിപ്പോയി. അല്ലെങ്കിൽ കൃത്യം 8 മണിക്ക് ആ മീറ്റിംഗ് അവസാനിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു വ്യത്യസ്തമായ വിഷയവുമായിട്ടാണ് നമ്മൾ ഇന്ന് എല്ലാവരും കൂടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഇന്നലെ നമ്മളുടെ പോസ്റ്റ് കമ്മ്യൂണിന്റെ ആ ഊർജം, നമ്മൾ ഇന്നലെ നേടിയ നമ്മുടെ ഊർജം ഉണ്ടല്ലോ, ആ ഊർജം ഒട്ടും ചോർന്നു പോകാതെ തന്നെയാണ് ഇന്ന് ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തീർച്ചയായും എല്ലാവരുടെയും സഹകരണം ഇനിയുള്ള STPക്ക് ഉണ്ടാകണം. ഈ പ്രോഗ്രാമിൽ ആദ്യ അവസാനം എല്ലാവരും ഉണ്ടാകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. താങ്ക് യു രാജേഷ് സാർ. ഇന്നലെ ആലപ്പുഴയിലെ 4 ജില്ലകളിലുള്ള പോസിറ്റീവ് കമ്മ്യൂണിന്റെ ഡയറക്ടർമാരോടൊപ്പം സംസ്ഥാന നേതൃത്വവും വളരെ ആഹ്ലാദമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ അടുത്ത 1 വർഷത്തേക്കല്ല, 2030 വരെ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊരു വിഷൻ, ആ വിഷൻ തയ്യാറാക്കി ട്രെയിനിങ് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ പോവുകയാണെങ്കിലും മറ്റ് അതോടൊപ്പം മറ്റുള്ളവരെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേക്കുക. അത്തരം ഒരു ചരിത്രപരമായിട്ടുള്ള ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന പോസിറ്റീവ് കമ്മ്യൂണിറ്റി ട്രെയിനിങ്ങിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയാണ്. അപ്പൊ ട്രെയിനിങ്ങിന് എല്ലാവരുടെയും കഴിവുകൾ വളർത്താനും ട്രെയിനിങ്ങിനകത്ത് പുതിയ പന്ഥാവുകൾ, അതാണ് പിന്നെ സ്റ്റേറ്റ് ബാർ ഉൾപ്പെടെയുള്ള കണ്ടസ്റ്റുകളും അതുപോലെ തന്നെ 15 മിനിറ്റ് സെഷനുകൾ, അങ്ങനെ ട്രെയിനിങ്ങിന് ഓഫ്ലൈനും ഓൺലൈനിലും ഉള്ള പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു.
എല്ലാ മാസത്തെയും അവസാനത്തെ തിങ്കളാഴ്ച അത് ആലപ്പുഴ ചാപ്റ്ററിന്റെ ദിനമാണ്. ഇന്ന് ഇതിനകം മറ്റ് പല ചാപ്റ്ററുകളിൽ നിന്നും ആളുകൾ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് പിന്നെ ട്രെയിനിങ് എടുക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഒരു ഒരു ട്രെയിനറാണ്. ആ ട്രെയിനറെ പരിചയപ്പെടുത്താനും മറ്റ് കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാനും ഞാൻ ഹാരിസ് സാറിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഷർഷാദ് സാർ ഉണ്ട്. ഷർഷാദ് സാർ 2 വാക്ക് പറയുമോ? സാറേ, ഇതില് നമ്മുടെ SDP ഔപചാരികതകൾക്കൊന്നും ഒരു സ്ഥലമില്ല. ചാപ്റ്ററിന് ആശംസകൾ അറിയിക്കുകയാണ്. ഒപ്പം ഇന്നലത്തെ ആതിഥേയത്വത്തിന് എന്താണ് പറയാ, വന്ന ആളുകളുടെ മനസ്സും വയറ് നിറയ്ക്കുക മാത്രമല്ല, അവരുടെ മനസ്സും നിറയ്ക്കുന്നതിൽ നിങ്ങളുടെ എല്ലാവരുടെയും മനോജ് സാറും രാജേഷ് സാറും തലേന്ന് മുതൽ അവരുടെ വണ്ടികളുമായിട്ട് ഞങ്ങളെ കൂടെ തന്നെ എല്ലായിടത്തും എത്തിച്ച് അവസാനം ട്രെയിൻ കയറിയതിനു ശേഷം സീറ്റ് കിട്ടിയോ എന്ന് പോലും വിളിച്ച് ചോദിച്ച് ഉറപ്പിക്കുന്ന തരത്തിൽ അത്രത്തോളം വളരെ ഹൃദ്യമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു ആലപ്പുഴയിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല അതിന്റെ ഒരു അർത്ഥതലത്തിലേക്ക് വരുമ്പോൾ പോസിറ്റീവ് കമ്മ്യൂൺ വിഷൻ 2030 എന്ന വലിയ ഒരു ലക്ഷ്യത്തോടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ചരിത്രത്തിൽ ആലപ്പുഴയിലെ ഹൗസ് ബോട്ടിൽ വെച്ച് നടന്നിട്ടുള്ള ഇന്നലത്തെ ലീഡേഴ്സ് മീറ്റ് എന്നും നമ്മളെ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ തന്നിട്ടുള്ള സ്നേഹത്തിന്, നിങ്ങൾ തന്നിട്ടുള്ള മധുരമുള്ള ഓർമ്മകൾക്ക് എല്ലാവിധ നന്ദി അറിയിക്കുന്നു. ഒപ്പം അനിൽകുമാർ സാറിന്റെ അപ്രീസിയേഷൻ ആണല്ലോ ഇന്നത്തെ അപ്രീസിയേഷൻ. ആലപ്പുഴ ടീം, ആലപ്പുഴ ചാപ്റ്റർ എല്ലാവിധ അഭിനന്ദനങ്ങളും. ഒപ്പം അനിൽകുമാറിന്റെ ഈ സെഷന് പ്രത്യേകമായിട്ടുള്ള ഭാവുകങ്ങളും വരുന്നു. താങ്ക് യു ഷർഷാദ് സാർ. സാറ് ഈ ലീഡേഴ്സ് മീറ്റിനകത്ത് വളരെ പ്രധാനപ്പെട്ട റോൾ എടുത്തുകൊണ്ട് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന സാറിന്റെ ആ നേതൃത്വത്തിന്, ഇന്നത്തെ ഞങ്ങളുടെ സെഷനിലെ ഇന്നത്തെ സാന്നിധ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് സെഷനിലേക്ക് കടക്കാം. ഇന്നത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്നത്, CD റോള് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ആലപ്പുഴ ചാപ്റ്ററിന്റെ ട്രഷറർ കൂടിയായിട്ടുള്ള ഹാരിസ് സാറാണ്. ഹാരിസ് സാറ് KSCB-യിൽ നിന്ന് റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥനാണ്. ഒപ്പം തന്നെ നമ്മുടെ ചാപ്റ്ററിനകത്ത് വനിതാ വിങ്ങിന്റെ ചുമതല വഹിക്കുന്ന ആസിഫ ടീച്ചർ പാലക്കാട് നിന്ന് അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയാണ്. ഇന്നലെ 2 പേരും ഒരുമിച്ചാണ് നമ്മുടെ മീറ്റിനകത്തുണ്ടായിരുന്നത്. അപ്പോ ഇന്ന് ഹാരിസ് സാറാണ് ഈ സെഷൻ നയിക്കുന്നത്. ഹാരിസ് സാറിനെ ട്രെയിനറെ പരിചയപ്പെടുത്താനും തുടർന്നുള്ള പ്ലാറ്റ്ഫോം നിയന്ത്രിക്കുന്നതിനുമായിട്ട് ക്ഷണിക്കുകയാണ്. ഹാരിസ് സാർ, പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ആലപ്പുഴ പോസിറ്റീവ് കമ്മ്യൂണിന്റെ പ്രതിമാസ SDP ഇന്ന് ഇവിടെ നടക്കുകയാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ഇന്നലെ നമുക്ക് പകർന്നു കിട്ടിയ ഊർജം, നമ്മളിൽ നിറച്ച ആ സന്തോഷം ഇന്നും നമ്മളിൽ നിലനിൽക്കുകയാണ്. പോസിറ്റീവ് കമ്മ്യൂണിനെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴ ചാപ്റ്റർ വളരെ ഭംഗിയായി എല്ലാ മാസവും സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ ഓൺലൈനായി നടത്തി വരികയാണ്. ഇന്ന് ആർട്ട് ഓഫ് അപ്രീസിയേഷൻ, അതായത് അഭിനന്ദനത്തിന്റെ കല എന്ന ഒരു പുതിയ സബ്ജക്റ്റാണ്. ആ സബ്ജക്റ്റ് അവതരിപ്പിക്കുവാൻ വേണ്ടി നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ അനിൽകുമാർ VS സാറാണ്. അദ്ദേഹം എക്സൈസ് വകുപ്പില് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടറായിട്ട് അദ്ദേഹം ജോലി നോക്കുകയാണ്. അദ്ദേഹം കൊച്ചിയിലാണ് അദ്ദേഹത്തിന്റെ ഓഫീസ്. നിരവധി മോട്ടിവേഷൻ ക്ലാസ്സുകൾ കേരളത്തിലെമ്പാടും എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതുമാത്രമല്ല, NLP ട്രെയിനറാണ്. അദ്ദേഹം ചെസ്സിന്റെ കോച്ചാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് എക്സൈസ് ആയതുകൊണ്ട് തന്നെ കേരളത്തിലുടനീളം ലഹരി വിരുദ്ധ ക്ലാസുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഹോബി നമ്മൾ മനസ്സിലാക്കുന്നത് വായനയും യാത്രയുമാണ്. നിരവധി യാത്രകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്.
ആ അനുഭവങ്ങളൊക്കെ അദ്ദേഹം നമ്മളോട് പങ്കുവയ്ക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം, വൈഫ്, 2 കുട്ടികൾ. വൈഫ് പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റിൽ ജോലി നോക്കുന്നു. വളരെ സന്തോഷത്തോടു കൂടി ഈ ട്രെയിനിങ് കൈകാര്യം ചെയ്യുവാൻ വേണ്ടി, ഈ സെഷൻ കൈകാര്യം ചെയ്യുവാൻ വേണ്ടി അനിൽകുമാർ സാറിനെ ക്ഷണിക്കുകയാണ്. വെൽക്കം അനിൽകുമാർ സാർ. Thank you, Hari sir. Thank you. Audible അല്ലേ? അതെ അതെ അതെ. ഓക്കെ. PC ആലപ്പുഴ എന്നും അഭിമാനത്തോടെ ഓർക്കുന്ന ആ പേര്. ഒപ്പം ഇന്നിവിടെ ഒരു സെഷൻ ഇങ്ങനെ എടുക്കുന്നതിൽ ഐ ആം പ്രൗഡ് ഓഫ് ഇറ്റ് ആൻഡ് എക്സൈറ്റഡ് ടു ബി ഹിയർ എന്ന് പറയും. അപ്പൊ ഇത് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ പ്രധാനപ്പെട്ട ചില വ്യക്തികളുണ്ട്. ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ഷർഷ സാറുണ്ട്, നിഷ പയ്യന്നൂർ, PC-യുടെ കരുത്തനായ സാരഥിയുണ്ട്, നമ്മുടെ മനോജ് കഷൈസി സാർ, ഹാരി സാർ, രതീഷ് സാർ, സജിത് സാർ, അങ്ങനെ നിരവധി ആൾക്കാരുടെ ഒരു പ്രയത്നമാണ് അല്പം തളർന്ന് അല്ലെങ്കിൽ അല്പം പിന്നോട്ട് വലിച്ച ഈ ആലപ്പുഴയെ ഉയർത്തിക്കൊണ്ടുപോകുന്ന കരുത്തരായ സാരഥികൾ. ഒരുപാട് പരിപാടികളുടെ ഒരു തുടക്കം മാത്രമാണ് ഈ എല്ലാ മാസവും ഉള്ളത്. നമുക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേരിലേക്ക് എത്തുക, ഒരുപാട് സ്കൂളുകളിൽ എത്തിക്കുക. ഇവിടെ പറഞ്ഞ നമ്മുടെ ഹാരി സാർ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു ലക്ഷ്യം ലഹരി കുട്ടികളെ എങ്ങനെ നമുക്ക് രക്ഷപ്പെടുത്താം. ഒരുപാട് പ്രതിസന്ധികളിലൂടെ നടന്നു പോകുന്ന കുട്ടികൾ, ഫാമിലികളെല്ലാം ഉണ്ട്. അപ്പൊ നമ്മളുടെ PC ആലപ്പുഴ അതും ഒരു ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. അപ്പം സേ നോ ടു ഡ്രഗ്സ് എന്നുള്ള ആ ഒരു ക്യാമ്പയിൻ അല്ലെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ സെഷൻ ആരംഭിക്കാം. ഏതായാലും ഞാനൊരു ചെറിയ ചോദ്യം തന്നെ ചോദിക്കാം. അപ്പൊ എല്ലാവരും ഒരു ഇന്ററാക്റ്റീവ് സെഷനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആർ യു റെഡി എന്ന് ചോദിക്കുമ്പോൾ എസ് അല്ലേ, ഇന്ററാക്റ്റീവ് അല്ലേ? ആർ യു റെഡി? യെസ്. താങ്ക് യു. ഇതാണ് ആ കരുത്താണ് എനിക്ക് വേണ്ടത്. അപ്പൊ അതാണ് നമുക്ക് ഏറ്റവും പ്രത്യേകത. ചോദ്യം ഇതാണ്: മോസ്റ്റ് വാല്യുബിൾ റിസോഴ്സ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ ആ ഒരു റിസോഴ്സ് എന്തൊക്കെയാണ്? ജസ്റ്റ് ഒന്ന് പറയാൻ അൺമ്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ വരുന്നത് ഒന്ന് സാർ ഒന്ന് വായിച്ചാൽ നല്ലതായിരിക്കും. എന്തൊക്കെയാണ്? ജസ്റ്റ് പറയാം. എന്തൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത്? മോസ്റ്റ് വാല്യുബിൾ റിസോഴ്സസ് ഇൻ അവർ ലൈഫ്. യെസ്, ഉത്തരങ്ങളൊന്നും വന്നില്ല. സമയം. സാർ പറഞ്ഞു സമയം. വരൂ ഉത്തരങ്ങൾ ഇങ്ങനെ വരട്ടെ. എല്ലാവരും ഇങ്ങനെ ഉത്തരങ്ങളൊക്കെ വരുമ്പോൾ നല്ല രസമാണ്. ഇങ്ങനെ നല്ലൊരു ഇന്ററാക്റ്റീവ് ആയിട്ട് നമുക്ക് പോവാം. മോസ്റ്റ് വാല്യുബിൾ റിസോഴ്സ് ടൈം, ഹെൽത്ത്. വെരി ഗുഡ്. ഞാൻ ഉദ്ദേശിച്ച ഉത്തരങ്ങളിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇനിയും അത്രയുള്ളോ? റിലേഷൻഷിപ്പ്, അനുഭവം, റിലേഷൻഷിപ്പ്, ബന്ധങ്ങൾ നമുക്ക് വളരെ ഒരു റിസോഴ്സ്ഫുൾ തന്നെയാണ്. ദെൻ എക്സ്പീരിയൻസ് പറഞ്ഞു. ഇനിയും വരട്ടെ. നമ്മളിങ്ങനെ ചാറ്റ് ബോക്സിൽ ഉത്തരങ്ങൾ എഴുതാൻ മടിയുള്ള ആൾക്കാരാണ് നമ്മൾ. അപ്പൊ നമ്മളിതൊരു ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇങ്ങനെ ഓരോ ഉത്തരങ്ങൾ വരട്ടെ. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. പിന്നെ ഉത്തരങ്ങൾ വരട്ടെ. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ലവ്. സ്നേഹമാണ് ഏറ്റവും വലിയ കാര്യം. അതെ, റിലേഷൻഷിപ്പ് വരുന്നുണ്ട്. പിന്നെയോ തീർന്നോ? ഇല്ലല്ലോ. വരട്ടെ. സമയം, ആരോഗ്യം, റിലേഷൻഷിപ്പ്. പിന്നെന്തൊക്കെയാ പറഞ്ഞ? ഇപ്പം എക്സ്പീരിയൻസ്, ഫ്രണ്ട്ഷിപ്പ്. പിന്നെയുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നേച്ചർ ആൻഡ് എൻവയോൺമെന്റ്. അങ്ങനെ വരുമ്പോൾ പ്രധാനപ്പെട്ട 2 പോയിന്റിൽ കൂടി വന്നെത്തും. അതാണ് അപ്രീസിയേഷൻ ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. അപ്രീസിയേഷൻ, അഭിനന്ദനം. ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി, കൃതജ്ഞത. ജന്മം തന്ന മാതാവിനോടും പിതാവിനോടും, അറിവ് പകർന്നു തന്ന ഗുരുക്കന്മാരോട്, ആഹാരം തന്നവരോട്, ആപത്തിൽ സഹായിച്ചവരോട്, വാഹന സൗകര്യം ഏർപ്പെടുത്തിയവരോട്, വഴി പറഞ്ഞു തന്നവരോട്, അങ്ങനെ നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്തവരോട് ഇങ്ങനെ നന്ദിയാണ് നമ്മളുള്ളത്. പ്രിയമുള്ളവരെ, ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണം ഞാൻ ആലോചിക്കുന്നു, കുട്ടികളായാലും എന്തൊക്കെയാണെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു കുറവ് അനുഭവപ്പെടുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ മനസ്സിലാക്കിയ കാര്യം, ഗ്രാറ്റിറ്റ്യൂഡ് വരുന്നത് അപ്രീസിയേഷൻ, അഭിനന്ദനം, ഇതിന്റെ ഒരു കുറവ് അനുഭവപ്പെടുന്നുണ്ട്. ഇതിനെക്കുറിച്ച് സ്റ്റഡി അമേരിക്കയിൽ നടത്തിയപ്പോൾ പറഞ്ഞു,
അമേരിക്കയിൽ 65% ജീവനക്കാരും ആ ജോലിയിൽ നിന്ന് വിട്ടുപോകുന്നതിന് കാരണം അപ്രീസിയേഷനും റെക്കഗ്നൈസേഷനും ഇല്ലാത്തതുകൊണ്ടാണ്. റെക്കഗ്നീഷൻ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളുടെ കുറവ് തന്നെ കുടുംബ ബന്ധങ്ങളിലും വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുന്നതിന് കാരണം പഠനങ്ങൾ പറയുന്നത് അപ്രോപ്രിയേറ്റ് സമയത്തിലുള്ള ആ അപ്രീസിയേഷന്റെ കുറവ്. പ്രിയമുള്ളവരെ, ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്നവരിൽ ഒരു ദിവസം ആർക്കെങ്കിലും ഒരു അപ്രീസിയേഷൻ കൊടുക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എസ് എന്ന് ചെയ്യാവോ? എസ് എന്ന് ഒന്ന് ഒരു ദിവസം ആർക്കെങ്കിലും ഒരു അഭിനന്ദനം കൊടുക്കുന്നവരുണ്ടോ? എസ് റൈസർ ഹാൻഡ്. മനോജ് ആ എസ്. ആരൊക്കെയാണ് എസ് എന്ന് പറഞ്ഞു? എസ്. രവി സാർ പറഞ്ഞു, കവിതാ മാം പറഞ്ഞു, എസ്. ഒരുപാട് ലളിത, സന്തോഷ് കുമാർ, ഒരുപാട് എസ് വരുന്നുണ്ട്. വെരി ഗുഡ്. അതാണ് എനിക്ക് ഇഷ്ടപ്പെടുന്ന. ചാറ്റ് ബോക്സ് ഇങ്ങനെ നിറയുക, അത് തന്നെ ഒരു അപ്രീസിയേഷൻ ആണ്. ലിസിമോൾ ബി എം പറയുന്നു. അങ്ങനെ ഓരോരുത്തർ ഇപ്പൊ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ അപ്രീസിയേഷൻ കൊടുക്കുന്നവരാണ് നമ്മൾ. അടുത്തൊരു ചോദ്യം കൂടി ഞാൻ ചോദിക്കുന്നു. ജീവിതത്തിൽ നമ്മൾ അപ്രീസിയേഷൻ ആഗ്രഹിക്കുന്നവരാരൊക്കെയുണ്ട്? അതൊന്ന് എസ് എന്ന് പറയാവോ? എനിക്ക് അപ്രീസിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓ, അതും വരുന്നുണ്ട്. വെരി ഗുഡ്. ഇങ്ങനെ വരട്ടെ. ആസിഫാമ പറയുന്നു. ബേദി സാർ, ഓ വെരി ഗുഡ്. പ്രിയമുള്ളവരെ, എന്റെ സെഷൻ നിങ്ങൾക്ക് വേണ്ടിയാണ്. അപ്രീസിയേഷൻ കൊടുക്കുന്നവരും അപ്രീസിയേഷൻ ആഗ്രഹിക്കുന്നവരും. ആ അപ്രീസിയേഷന്റെ പ്രയോജനങ്ങളെ കുറിച്ച്, എങ്ങനെയാണ് അപ്രീസിയേഷൻ, ഏതൊക്കെ തരയാണ് അപ്രീസിയേഷൻ, അത് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സെഷൻ നമുക്ക് വളരെ നല്ലൊരു ഇന്ററാക്റ്റീവ് ആക്കി, വളരെ മനോഹരമായി നമുക്കൊരു ചർച്ചയിലൂടെ, കുറച്ച് ചോദ്യങ്ങളിലൂടെ നമുക്ക് ഇന്ന് ഇന്ററാക്റ്റീവ് ആയിട്ട് പോകാം. ഞാൻ വിചാരിക്കുന്നു എന്റെ സ്ക്രീൻ ഷെയർ ചെയ്തെന്നാണ് വിചാരിക്കുന്നത്. എസ് ഓർ നോ? ഓക്കെ. അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, എവരിവൺ വാണ്ട്സ് ടു ബി അപ്രീഷിയേറ്റഡ്. എല്ലാവരും ജീവിതത്തിൽ അഭിനന്ദനം ആഗ്രഹിക്കുന്നുണ്ട്. അഭിനന്ദനം ഒരു ഡൈനാമിക് എനർജി എന്നാ പറയുന്നത്. നോക്കൂ, ഡൈനാമിക് എനർജി. അത് നമുക്ക് അഭിനന്ദനത്തിന്റെ ആ ഒരു തരംഗം നമ്മളിൽ ഒരു വല്ലാത്തൊരു ആവേശം ഉണ്ടാക്കുന്നുണ്ട്. നമ്മളുടെ ഉത്സാഹത്തെ വളർത്തുകയും കാര്യശേഷിയെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഓർക്കുക, തക്ക സമയത്ത് ലഭിക്കുന്ന അഭിനന്ദനം നമ്മളുടെ എന്തൊക്കെയാണ്? നമ്മളുടെ ഉത്സാഹത്തെ വർദ്ധിപ്പിക്കുന്നു, കാര്യശേഷിയെ വർദ്ധിപ്പിക്കുന്നു. ഇവിടെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കാതെ പോരുന്നു. അഭിനന്ദിക്കപ്പെടുന്ന വ്യക്തിക്ക് ഉണ്ടാവുന്നത് പോലെ അത് ചെയ്യുന്ന ആൾക്കും നേട്ടങ്ങൾ ഉണ്ടാവുന്നു. യെസ്, ഒരു ഗീവ് ആൻഡ് ടേക്ക് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ എത്രയോ പേർക്ക് നമ്മൾ അഭിനന്ദനം കൊടുക്കാതെ പോയിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കി. ചില സമയത്ത് നമ്മളുടെ ചിന്തകൾ എന്താണ്? ആ സന്തോഷത്തിന് പകരം, സന്തോഷം നിറയുന്നതിന് പകരം നമ്മുടെ ഉള്ളിൽ ഒരു അസൂയ ജനിക്കും. ആ അസൂയയിലൂടെ നമ്മളുടെ വിലപ്പെട്ട എനർജി, വിലപ്പെട്ട സമയം, നമ്മുടെ മനസ്സിലെ വിലപ്പെട്ട ആ സ്പേസ് എല്ലാം ഒക്യുപ്പൈ ചെയ്തുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും കടന്നു പോയിട്ടുണ്ട്. ബിക്കോസ് വി ആർ ഹ്യൂമൻ ബീങ്സ്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. യെസ്, ഇനി നമുക്കത് അല്പം കൂടി ഒന്ന് കണ്ടു നോക്കാം. എന്താണ് അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ? എല്ലാവർക്കും അത് ഉത്തരങ്ങൾ പറയാൻ കഴിയും. അപ്രീസിയേഷൻ വരുന്നതിന് മുമ്പ് ഒരു 3 ചോദ്യം ചോദിക്കുകയാണ്. ആ 3 ചോദ്യം നിങ്ങളുടെ മനസ്സിലൊന്ന് റിപ്പീറ്റ് ചെയ്യുക. ചോദ്യം ഇതാണ്. ഇപ്പോൾ നിങ്ങൾ എവിടെയാണ്? ജസീല മാം. ഞാൻ മുട്ടി തരുന്നു സാറേ. 3 ചോദ്യം ഇതാണ്. ഇപ്പോൾ നിങ്ങൾ എവിടെയാണ്? യെസ്, ഞാനിപ്പം നമ്മളുടെ പൊസിഷൻ പറയാം, നമ്മൾ എവിടെയാണെന്ന് പറയാം. എവിടേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത് കൂടി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത്? യെസ്, അതാണ് ഞാൻ ആഗ്രഹിക്കുന്ന 3 ചോദ്യങ്ങൾ. അപ്പൊ നമ്മൾ അപ്രീസിയേഷന്റെ ഡെഫിനിഷനിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇതാണ്. എല്ലാവർക്കും അറിയാമെന്ന്, റെക്കഗ്നൈസിങ് വാല്യൂ സമ്മൺ എഫേർട്സ്, കോൺട്രിബ്യൂഷൻ ഓർ ക്വാളിറ്റി. അപ്പൊ ഇറ്റ് ഈസ് എ ഫോം ഓഫ് അക്നോളജ്മെന്റ് എന്ന് പറയാം. നമ്മളുടെ ഒരാളുടെ ആ ഒരു ശ്രമം, അല്ലെ അദ്ദേഹത്തിന്റെ ഒരു സംഭാവന, ഇതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? റെക്കഗ്നൈസ് ചെയ്യുന്നു, വാല്യൂ ചെയ്യുന്നു. ഇതാണ് ജസ്റ്റ് അപ്രീസിയേഷൻ.
ഒരു പവർഫുൾ ഇമ്പാക്ട് ഓൺ മോട്ടിവേഷൻ ആണ്. അതൊരു വെൽബീയിങ്ങോടെയാണ്. ഇതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് അറിയാവോ? ഇമ്പാക്ട് ഓൺ മെന്റൽ ഹെൽത്ത്, മാനസികമായിട്ട് നമുക്ക് ആരോഗ്യം ഉണ്ടാകുന്നു. ബൂസ്റ്റ് ഹാപ്പിനെസ്, റെഡ്യൂസ് സ്ട്രെസ്. ഇത് രണ്ടും ഒരിക്കലും ഒരിടത്ത് നിൽക്കുന്നില്ല. വെൻ ഹാപ്പിനെസ് ഇൻക്രീസസ് ദെൻ സ്ട്രെസ് റെഡ്യൂസസ്. സെൽഫ് എസ്റ്റീം, ഒരു ഫീലിങ്സ് ഓഫ് ബിലോങ്ങിങ് ഉണ്ടാവുന്നു. ഇതിനെക്കുറിച്ച് ഒരുപാട് സൈക്കോളജിക്കൽ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. സൈക്കോളജിക് ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. എക്സ്പ്രസിങ് ഗ്രാറ്റിറ്റ്യൂഡ് അസോസിയേറ്റഡ് വിത്ത് ഹാപ്പിനെസ്. കണ്ട, ഹോർമോൺസ്, നമ്മുടെ ഹാപ്പിനെസ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സമൂഹത്തിൽ നമ്മൾ ഇങ്ങനെ നമുക്കുണ്ടാകുന്ന അറിയാവോ? റിപ്പിൾ എഫക്റ്റ് എന്ന് പറയും. നമ്മൾ ആർക്കെങ്കിലും അപ്രീസിയേഷൻ കൊടുത്താൽ ആ വ്യക്തി മറ്റുള്ള വ്യക്തികൾക്കും അപ്രീസിയേഷൻ കൊടുക്കുന്നതിന് തയ്യാറാവുന്നു. അതാണ് പറയുന്നത് അപ്രീസിയേഷൻ ഇസ് എ റിപ്പിൾ എഫക്ട്. ഒരു തരംഗം പോലെ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. വെൻ പീപ്പിൾ ഫീൽ അപ്രീസിയേറ്റഡ്, they are more likely to be appreciate others, creating a culture of gratitude. പ്രിയമുള്ളവരെ, നമ്മൾക്ക് ഇവിടെ നഷ്ടപ്പെടുന്നത് എന്താണെന്ന് അറിയാവോ? ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. നന്ദിയുടെ, കൃതജ്ഞതയുടെ ആ ഒരു മനോഭാവം കുടുംബ ബന്ധങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാവുന്നു, വ്യക്തി ബന്ധങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാവുന്നു, ഗുരുശിഷ്യ ബന്ധങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാവുന്നു. ഇത് നമുക്ക് തിരിച്ചു പിടിക്കണം. നമ്മുടെ കുട്ടികൾക്കും സ്കൂളുകളിലും ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചും അപ്രീസിയേഷനെ കുറിച്ചും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം. അപ്പൊ അവരൊരു നന്മമരമായി വളരും. ഇപ്പോൾ തന്നെ കുട്ടികളിൽ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ബെനിഫിറ്റ്സ്, അപ്രീസിയേഷന്റെ ബെനിഫിറ്റ്സ്, അതൊക്കെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കുമ്പോൾ നാളത്തെ നല്ല പൗരന്മാരായി അവർ വളരുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ഇന്ന് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാം. ഞാൻ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് ഒരു 21 ദിവസമായിട്ട് രാവിലെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മിറാക്കിൾ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്ന പേര്. ഗ്രാറ്റിറ്റ്യൂഡ് ഒരു മിറാക്കിളാണ്. എന്തുകൊണ്ടെന്ന് പറയുന്നത്, നമ്മൾ എല്ലാത്തിനോടും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു. ഏതിനൊക്കെ? നമുക്കുണ്ടായ നന്മകളോട്, നന്മക്കുണ്ടായ നല്ലതിനോട്, ഒപ്പം നമ്മൾക്കുണ്ടായ കഷ്ടപ്പാടിനോട്, സ്ട്രഗിൾസിനോട്, ടഫ് സിറ്റുവേഷൻസോട്. അവിടെയാണ് നമ്മൾ പലരും വീക്ക്നെസ് ആവുന്നത്. നമ്മൾ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതോടൊപ്പം തന്നെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളോടും പ്രശ്നങ്ങളോടും താങ്ക് യു എന്ന് പറയാൻ പഠിക്കണം. അതാണ് ഒരു മാജിക്കൽ ഫോർമുല. എന്നെ കേൾക്കുന്ന എല്ലാവരും അങ്ങനെയൊന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു എഫക്ട് എന്ന് ഞാൻ മനസ്സിൽ കാണുകയാണ്. എല്ലാവരും ഒന്ന് പറയൂ, നിങ്ങൾക്കുണ്ടായ ടഫ് ലെസൺസ്, ടഫ് സിറ്റുവേഷൻസ്, ഒപ്പം സ്ട്രഗിൾസ്, നമ്മൾ വേണ്ടപ്പെട്ടവരുടെ വിയോഗം, അതിനോട് നമ്മൾ നന്ദി പറയുന്നു. കാരണം എവറി ടഫ് ലെസൺസ് ടീച്ച് സംതിങ് ടു അസ്. എന്റെ എന്തോ പഠിപ്പിക്കുന്നു ഓരോ സ്ട്രഗിൾസും. മേ ബി ഇറ്റ് ഈസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഇൻ ടു സക്സസ്. ജീവിത വിജയത്തിന്റെ ചവിട്ടുപടികളായി മാറുന്നു. എത്രയധികം പ്രശ്നങ്ങളുണ്ടോ അത്രയധികം എന്റെ സ്കിൽസ് കണ്ടുപിടിക്കാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നു, എന്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു. എന്റെ പൊട്ടൻഷ്യൽ ഈ സമൂഹത്തിൽ പലർക്കും ആവശ്യമാണെന്ന് മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ ഞാനൊരു പൊട്ടക്കിണറ്റിലെ തവളയെ പോലെ 4 മുറിക്കുള്ളിൽ, അല്ലെങ്കിൽ ഒരു വീടിനുള്ളിൽ, എന്റെ വീട്, എന്റെ ജോലി സ്ഥലം, പിന്നെ യാത്ര, ഇങ്ങനെയായി അവസാനം നമ്മൾ തിരിഞ്ഞു നോക്കുന്നു, ഞാൻ ഈ സമൂഹത്തിന് എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്? ഞാൻ ആരെയെങ്കിലും അഭിനന്ദിച്ചോ? ഞാനൊരു കുട്ടിക്ക് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്തോ, ചാരിറ്റി ചെയ്തോ? ഉറങ്ങുമ്പോൾ എന്റെ മുഖം ഒരു കുട്ടി ആലോചിക്കുകയാണെങ്കിൽ, യെസ്, ഞാൻ ജീവിക്കുന്നു ആ കുട്ടിയുടെ മനസ്സിൽ. അതൊരു വാക്കാകാം, ഒപ്പം ഒരു സഹായമാകാം, ഒരു തമ്പാകാം. മോനെ, നീ നല്ലൊരു കുട്ടിയാണ്. അങ്ങനെയുള്ള ഒരുപാട് നിമിഷങ്ങൾ ഞങ്ങളിൽ ലഹരി വിരുദ്ധ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഒരു സ്കൂളിൽ പോയപ്പോൾ ഒരു കുട്ടിയെ കുറിച്ച് ഒരുപാട് കംപ്ലൈന്റുകൾ ടീച്ചർ പറഞ്ഞു. പക്ഷെ ഞാൻ തോളെ കയറ്റി പറഞ്ഞു, മോൻ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പൊ കുട്ടിയുടെ ജീവിതകഥ വ്യത്യസ്തമാണ്. സിംഗിൾ പേരന്റ് ആണ്, വീട്ടിൽ അത്രയധികം സാമ്പത്തികമായിട്ടുള്ള ചുറ്റുപാടില്ല. പക്ഷെ ഞാൻ ആ കുട്ടിയുടെ തോളെ തട്ടിട്ട് പറഞ്ഞു, നീയാണ് ഇവിടുത്തെ ലഹരി വിമുക്ത ക്ലബിന്റെ കൺവീനർ. അവന്റെ കണ്ണുകൾ ഇങ്ങനെ വിടർന്നു വന്നു. പ്രിയമുള്ളവരെ, ആ കണ്ണുകളുടെ ആ ഒരു തിളക്കം എനിക്ക് കാണാൻ കഴിഞ്ഞു. അപ്പൊ ഈ തിളക്കം ഞാൻ കണ്ണുകളിൽ നോക്കിയാണ് പറഞ്ഞത്. എന്റെ അപ്രീസിയേഷൻ ഞാനൊരു ഫോൺ വിളിച്ചല്ല പറഞ്ഞത്, അവനെ മുറിയിലേക്ക് മാറ്റി നിർത്തിയല്ല പറഞ്ഞത്. ടീച്ചേഴ്സിന്റെ ഫ്രണ്ടിൽ വെച്ച് പറഞ്ഞു, നീയാണ് ഇവിടെ ലഹരി വിരുദ്ധ ക്ലബിന്റെ ചുമതലയുള്ള ആൾ. അപ്പൊ അവൻ ഇങ്ങനെ വിടർന്നു വന്നു. ഒരുപക്ഷെ അവന്റെ ജീവിതത്തിൽ
പഠിത്തത്തിൽ അവൻ ഒന്നാമനാകില്ല, ഓട്ടത്തിൽ ഒന്നാമനാകില്ല, ഫുട്ബോളിലോ ക്രിക്കറ്റിലോ അവൻ ചിലപ്പം ബെസ്റ്റ് 11-ൽ വരില്ല. പക്ഷെ ഞാൻ അവനോട് അവന്റെ മുഖത്ത് നോക്കി നീയാണ് അതിന്റെ ചാർജ് എന്ന് പറയുകയും അവിടുത്തെ ക്ലാസ് ടീച്ചറെ, അവിടുത്തെ ഹെഡ് മിസ്ട്രസിനെ ഞാൻ ഈ കാര്യം പറയുകയും ചെയ്തപ്പോൾ അവനുണ്ടായ സന്തോഷം വേറെ ഒന്നു തന്നെയാണ്. തീർന്നില്ല, ഞാൻ അവനൊരു ചെറിയൊരു ടാസ്ക് കൂടി കൊടുത്തു. ഞാൻ പറഞ്ഞു, നീ രക്ഷപ്പെടുക എന്നുള്ളൊരു എന്റെയും നിന്റെയും ഒരു നാരോ മൈൻഡ് ചിന്താഗതിയാണ്. മോനെ, നീ രക്ഷപ്പെടുക മാത്രമല്ല, നീ കൊച്ചിയിലെ ഒരുപാട് കുട്ടികളെ രക്ഷപ്പെടുത്തുക കൂടി വേണം. അപ്പോഴും അവന്റെ കണ്ണുകൾ ഇങ്ങനെ വിടർന്നു. ആ കണ്ണുകളുടെ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ മുഖത്തെ സന്തോഷം, ചുണ്ടിലെ പുഞ്ചിരി എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റി. പ്രിയമുള്ളവരെ, അഭിനന്ദനം അങ്ങനെ ആയിരിക്കണം. ആ കുട്ടിയെ നമ്മളൊന്ന് സ്പർശിക്കുക, ആ കുട്ടിയെ തോളിൽ തട്ടുക. എനിക്കത് ഇപ്പോഴും മറക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയധികം പ്രശ്നങ്ങളുള്ള കുട്ടിയാണെന്നും പറഞ്ഞ് എന്റെ മുമ്പിൽ ഏൽപ്പിച്ച കുട്ടിയെ ഞാൻ എന്ത് ചെയ്തു? ട്രാൻസ്ഫോം ഇൻടു എ വെൽ ഡിസൈൻഡ്, ഒരു ഡിസിപ്ലിൻഡ് കുട്ടിയായി മാറ്റി. ഇനി ഞാനതിന് ഫോളോ അപ്പ് ചെയ്യണം. കാരണം ഇടയ്ക്ക് അവൻ ചിലപ്പോൾ പ്രശ്നങ്ങളിൽ പെടാം, ചിലപ്പോൾ ലഹരിയിൽ അടിമപ്പെടാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവന്റെ കഴിവുകൾ കണ്ടെത്തിക്കൊണ്ട് എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം വീണ്ടും ഏൽപ്പിച്ചുകൊണ്ട് അവൻ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് നല്ലത് പറഞ്ഞുകൊണ്ട് അവനെ നമുക്ക് കരുത്താക്കണം. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവരും ഇതുപോലെ ചെറിയ അവസരങ്ങൾ എത്ര നമ്മൾ മിസ്സാക്കിയിട്ടുണ്ടെന്ന് വിചാരിച്ചു നോക്കിയേ. അതൊരു പക്ഷെ അഭിനന്ദനം വീട്ടിൽ നിന്നാകാം, ഞാൻ മിസ്സാക്കിയിട്ടുണ്ട്. നമ്മൾ ബസ്സിൽ കാണുന്ന ഒരു സ്ട്രേഞ്ചറോടാകാം. എന്ത് ക്രൂരതയാണെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഒരു കൊച്ചുകുട്ടി ഓപ്പോസിറ്റ് പോകുന്ന ഒരു ട്രെയിനിൽ നിന്ന് കൈ കാണിക്കുകയാണ്, ടാറ്റ കാണിക്കുകയാണ്. 6 മാസം പ്രായമില്ല. ആ ടാറ്റ കണ്ടിട്ട് തിരിച്ച് ടാറ്റ കൊടുക്കാതെ ചിരിക്കാതെ നിൽക്കുന്ന എതിർ ട്രെയിനിലെ എത്ര ആൾക്കാരുണ്ടെന്ന് ആലോചിച്ച് നോക്കി. മലയാളികൾ ഇത്ര ക്രൂരതയാണോ? ആ കുട്ടി ഒരുപക്ഷെ ബോംബെക്ക് പോകുന്ന ഒരു കുട്ടിയായിരിക്കാം, ഇനി ജീവിതത്തിൽ ഇതുപോലൊരു ട്രെയിൻ യാത്രയിൽ വരില്ലായിരിക്കാം. പക്ഷെ ആ കുട്ടിയുടെ മുഖത്ത് നോക്കി ഒരു ടാറ്റ, ഒരു ഇംപ്രഷൻ, ഒരു ചിരി, ഒരു പുഞ്ചിരി, ഒന്ന് തലകുലുക്കുക, ഒന്ന് അഭിനന്ദനം കൊടുക്കുക, എന്ത് സുന്ദരമായിരിക്കും. ആ കുട്ടി ടാറ്റ കൊടുക്കുകയാണ് എതിർ ട്രെയിനിലെ എല്ലാവർക്കും. 1-2 പേർ മാത്രം ചിരിച്ചു എന്നുള്ളതാണ് ദുഃഖസത്യം. അപ്പൊ മലയാളികൾ ഇനിയും മാറണം. അതിന്റെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാം. PC ആലപ്പുഴയും ഈ ആലപ്പുഴ കമ്മ്യൂണിറ്റി എല്ലാം, നമ്മുടെ PC എല്ലാവരും ഇങ്ങനെ ചെയ്യുക. അതുവഴി നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ലഭിക്കുന്നു. അപ്പൊ നമ്മുടെ മേക്ക് അപ്രീസിയേഷൻ ഹാബിറ്റ് ആക്കുക, ജെനുവൻ ആയിരിക്കണം. നമ്മൾ ആ വ്യക്തിയുടെ, നമ്മൾ പറയില്ലേ, ഞാനിപ്പോ ഒരു കുട്ടി ഓട്ടത്തിൽ 1ാമനെത്തി അല്ലെങ്കിൽ 3ാമനെത്തിയ കുട്ടിയെ ഞാൻ എന്ത് ചെയ്യുന്നു? അഭിനന്ദിക്കുകയാണ്. അഭിനന്ദിക്കുമ്പോൾ ഞാൻ നേരെ ആ കുട്ടിയെ വിളിച്ചിട്ട് ആരും കാണാതെ ഒരു മുറിയിൽ കൊണ്ടുപോയിട്ട് നീ വെരി ഗുഡ് എന്ന് പറഞ്ഞാലോ? അഭിനന്ദനം ഇൻ ഫ്രണ്ട് ഓഫ്, അപ്രീസിയേഷൻ ഇൻ ഫ്രണ്ട് ഓഫ് ഓഡിയൻസ്. ഒരുപക്ഷെ ഓടി വരുന്നത് നമ്മുടെ ഗ്രൗണ്ടിന്റെ മിഡിലായിരിക്കാം. ആ ഗ്രൗണ്ടിൽ നിന്ന് തന്റെ മാഷിനെയോ തന്റെ സുഹൃത്തിനെയോ ഇങ്ങനെ നോക്കുന്ന ആ ഒരു കുട്ടിയെ നോക്കിയിട്ട് നമുക്ക് ഇങ്ങനെ കൈ കാണിക്കാം. പ്ലീസ്, എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാവരും ഒരു തമ്പിങ്ങനെ കാണിച്ചു നോക്കി, എന്ത് അനുഭവമായിരിക്കും? ആ തമ്പൊന്ന് കാണിച്ചു നോക്കി. ആ വെരി ഗുഡ് എന്ന്. ആ തമ്പിനൊരു പവർ ഉണ്ട്, ആ തമ്പിനൊരു ശക്തിയുണ്ട്, ആ തമ്പിനൊരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. അതൊരു വേവ്സ് ആണ്. നോക്കുക, അനുമോദിക്കപ്പെടുന്ന വ്യക്തിക്ക് ഉണ്ടാവുന്നത് പോലെ അത് ചെയ്യുന്ന ആൾക്കും നേട്ടങ്ങൾ ഉണ്ടാവുന്നു. ഒരു സത്പ്രവൃത്തി ചെയ്ത അയാളെ അനുമോദിക്കാൻ തനിക്ക് സാധിച്ചല്ലോ എന്നുള്ള സന്തോഷം അയാളിൽ നിറയും. നാളെ അതേപോലെ സമയത്ത് ആ കുട്ടിയെ വിളിച്ച് അഭിനന്ദിച്ചാൽ അത്ര പവർ കിട്ടില്ല. ഞാൻ നിന്നെ മറന്നുപോയല്ലോ, നീ നല്ല പ്രോഗ്രാം ആയിരുന്നു. ആ സമയത്ത് ആ റൈറ്റ് ടൈം. അപ്പൊ നമുക്ക് ഒരു പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് ഡെയിലി. നമുക്ക് ഇതിനു വേണ്ടി ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഹൗ ടു കൾട്ടിവേറ്റ് എ ഹാബിറ്റ് ഓഫ് അപ്രീസിയേഷൻ. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഡെയിലി ഉണ്ടാക്കാം. ബി സ്പെസിഫിക് ആയിരിക്കണം, അതൊരു റൂട്ടീൻ ആയിരിക്കണം. ഇനി നമുക്ക് അപ്രീസിയേഷൻ നമ്മൾ പെട്ടെന്ന് പറയുമ്പോ ജസ്റ്റ് വാക്കാൽ പറയുന്നത് മാത്രമല്ല. ടൈപ്സ് ഓഫ് അപ്രീസിയേഷൻ എന്തൊക്കെയാണെന്ന് പറയും? വെർബൽ റെക്കഗ്നീഷൻ, ഞാൻ പറഞ്ഞ മാജിക്കൽ ഫോർമുല, താങ്ക് യു, സെയിങ്, ഗ്രേറ്റ് ജോബ്. ആ സ്പെസിഫിക് ചെയ്ത പ്രൈസ് അതെന്താണോ അതിന് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നു. റിട്ടൺ റെക്കഗ്നീഷൻ, ഇമെയിൽ ചെയ്യാം. ഒരുപക്ഷെ നമ്മുടെ ഒരു വ്യക്തി വലിയൊരു രാജ്യത്തിലാണെങ്കിൽ നമുക്ക് അവിടെ താങ്ക് യു എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് എന്ത് ചെയ്യാം? ഇമെയിൽ ചെയ്യാം. പബ്ലിക് അക്നോളജ്മെന്റ്,
recognizing someone in front of a group. Very, very big effort. ഗിഫ്റ്റ് കൊടുക്കുക, ഒരു ചെറിയ റോസപ്പൂ, ഒരു ചെറിയ മിഠായി, എന്ത് സന്തോഷമായിരിക്കും. പിന്നെയാണ് ആക്ട്സ് ഓഫ് കൈൻഡ്നെസ്. എങ്ങനെയാണ്? ജസ്റ്റേഴ്സ് ദാറ്റ് ഷോ യു കെയർ. അപ്പൊ നമുക്ക് എന്തായാലും ഈ അപ്രീസിയേഷൻ എന്ന് പറഞ്ഞ പവർഫുൾ ടൂളാണ്, പവർഫുൾ മോട്ടിവേഷൻ ആണ്. അത് റിലേഷൻഷിപ്പിനെ സ്ട്രോങ് ആക്കുന്നു. സ്മാൾ ആക്ട്സ് ഓഫ് റെക്കഗ്നീഷൻ ക്യാൻ ഗിവ് ഹ്യൂജ് ഇമ്പാക്ട് ഓൺ ഇൻഡിവിജ്വൽസ്, ഓർഗനൈസേഷൻ. ഞാൻ പറഞ്ഞല്ലോ 65% ജീവനക്കാരും അമേരിക്കയിൽ ഒരു പഠനത്തിൽ പറഞ്ഞാണ് ജോലിയിൽ നിന്ന് വിട്ടുപോകാൻ കാരണം അപ്രോപ്രിയേറ്റ് അപ്രീസിയേഷൻ ഫ്രം ബോസ് ഓർ കോവർക്കേഴ്സ്. അപ്പൊ ഇന്ന് തന്നെ സ്റ്റാർട്ട് ടുഡേ എക്സ്പ്രസിംഗ് ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്കത് ചെയ്യാം. നോക്കിയേ, വൺ ഓഫ് ദ സിംപ്ലസ്റ്റ് യറ്റ് മോസ്റ്റ് പവർഫുൾ തിങ്സ് യു ക്യാൻ ഡു ഈസ് ടു ടെൽ സമ്മൺ ദാറ്റ് യു അപ്രീഷിയേറ്റ്. അപ്പൊ നമുക്ക് തീർച്ചയായും നമുക്ക് ഇങ്ങനെ തന്നെ തുടങ്ങാം. സ്റ്റാർട്ട് ദ ഡേ വിത്ത് ലവ് എന്ന് പറയുന്നത് തന്നെ സ്റ്റാർട്ട് ദ ഡേ വിത്ത് അപ്രീസിയേഷൻ. സ്പെൻഡ് ദ ഡേ വിത്ത് അപ്രീസിയേഷൻ, ലവ്. ഫില്ല് ദ ഡേ വിത്ത് ലവ് ആൻഡ് അപ്രീസിയേഷൻ. എൻഡ് ദ ഡേ വിത്ത് ലവ് ആൻഡ് അപ്രീസിയേഷൻ. അങ്ങനെ നമുക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വളർത്താം. ഇത് വളർത്തുന്ന വഴി നമ്മളിൽ ഉണ്ടാവുന്നൊരു അനുഭൂതി ഉണ്ടല്ലോ, നമ്മളിൽ ഉണ്ടാവുന്ന ഒരു എനർജി ഉണ്ടല്ലോ, അത് നമുക്ക് എന്താ പറയണ, അൺലിമിറ്റബിൾ ആയിരിക്കാം. തീർച്ചയായും എന്നെ കേൾക്കുന്ന എല്ലാവരും ഇന്നു മുതൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുക. നമ്മൾ പറയില്ലേ, ജന്മം തന്ന മാതാവും പിതാവും, ആഹാരം വെച്ച് തന്നവരോട് നന്ദി. ഇപ്പം ഞാൻ കോവിഡിന് ശേഷം ഒരു പഠനം നടത്തിയതിൽ കുട്ടികളിൽ ഉണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തോടുള്ള ഒരു ഇഷ്ടയില്ലായ്മ വളരെ കണ്ടുവരുന്നുണ്ട്, വീട്ടിലെ ഭക്ഷണത്തോടുള്ള. ഞാൻ കോവിഡിന് ശേഷം ഇങ്ങനെ പറയാം, ബിഫോർ കോവിഡ്, ആഫ്റ്റർ കോവിഡ്. AC, BC. AC ആഫ്റ്റർ കോവിഡ്, BC ബിഫോർ കോവിഡ്. കുട്ടികളുണ്ടായ മാറ്റമാണ് ഭക്ഷണം ഇഷ്ടമില്ല. ഭക്ഷണം ഉണ്ടാക്കി തരുന്ന മാതാപിതാക്കളോട് വളരെ ദേഷ്യത്തിൽ പെരുമാറുന്നു. ഡ്യൂ ടു ദിസ് കോവിഡ് പീരീഡ് അവർക്ക് കിട്ടുന്ന ഭക്ഷണം ഓൺലൈൻ കിട്ടുന്നു എന്നൊരു തോന്നൽ. ഇതിനുമായിട്ട് ബന്ധപ്പെട്ടൊരു ചെറിയൊരു സംഭവം പറഞ്ഞു പറയാം. ഞാൻ ഇതുപോലൊരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഇങ്ങനെ ഭക്ഷണത്തിന് ശേഷം ഒരുപാട് ചോറ് ഇങ്ങനെ വേസ്റ്റ് ആക്കി കിടക്കുന്നു കണ്ടു. അപ്പൊ അത് അവർ പറഞ്ഞു, അതെന്റെ വീട്ടിലെ കുട്ടികൾ ഇങ്ങനെ കളയുന്നതാണെന്ന് പറഞ്ഞു. ഞാനപ്പോൾ 20 വർഷങ്ങൾക്ക് മുമ്പ് ആന്ധ്രയിൽ കൃഷ്ണ എന്ന ഡിസ്ട്രിക്റ്റിൽ ഒരു ഡ്യൂട്ടി ആയിട്ട് ബന്ധപ്പെട്ട് പോയിരുന്നു. അപ്പൊ ഡ്യൂട്ടി 2 ദിവസം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇതുപോലെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നക്സലേറ്റുകൾ വളരെ ശക്തിയുള്ള ഒരു സ്ഥലമാണ് ആ കൃഷ്ണ ഡിസ്ട്രിക്ട്. അവിടെ ഈ പാടം, നോക്കത്താ ദൂരത്തോളം പാടമുണ്ടായിരുന്നു. ആ പാടത്തിന്റെ നടുക്കാണ് ഈ കർഷകർ കഷ്ടപ്പെടുന്നത്. ഇവർ ചെയ്യുന്ന അറിയാവോ? ഇവർ ചോറും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഉച്ചക്ക് പോലും കരയിൽ കയറി ഇരിക്കില്ല. കാരണം അത്രയും ദൂരം നടന്നു വരുമ്പോൾ അവർ ടയേർഡാവും. അതുകൊണ്ട് ഭക്ഷണം പോലും കഴിക്കുന്നത് ആ ഒരു പാടത്തിന്റെ നടുക്കുള്ള ഓലക്കീറയിൽ ഇരുന്നാണ്. ഇത്രയധികം കഷ്ടപ്പെട്ടാണ് നമുക്ക് വരുന്ന അരിമണികൾ അവര് പിന്നെ നമുക്ക് തരുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്ത് ഞങ്ങൾ നിൽക്കുമ്പോൾ, ഞങ്ങളൊരു 4 പേരുണ്ടായിരുന്നു, അവിടെ ലോഡിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ഈ പിന്നെ നമ്മൾ പറയാം ഓണർ എന്ന് പറയുന്നത്, അവിടുത്തെ ഒരു പേരുണ്ട്, നമ്മുടെ കൗണ്ടർ എന്നൊക്കെ പറയുന്ന ഒരാളിങ്ങനെ മീശയൊക്കെ ഇട്ട് നിൽപ്പുണ്ട്. അപ്പൊ അദ്ദേഹം വാഹനത്തിനടുത്തുണ്ട്. അപ്പൊ തൊഴിലാളികൾ ഇങ്ങനെ ചാക്കിൽ അരി ഇങ്ങനെ കയറ്റി വെക്കുന്നു. ഒരുപക്ഷെ കേരളത്തിലേക്കാ. ഇതിനിടയിൽ പ്രിയമുള്ളവരെ, ഒരു 2-3 അരിമണി ആ ലോഡ് ചെയ്യുന്ന ആളിൽ നിന്ന് താഴെ പോയപ്പോൾ ആ മുതലാളി, കൗണ്ടർ, ആ തൊഴിലാളിയുടെ കർണക്കുറ്റിക്കിട്ട് അടിക്കുന്നു. പടക്കം പൊട്ടുന്നൊരു സൗണ്ട്. ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ നമ്മുടെ കണ്ണീച്ച, നമ്മൾ പറയില്ലേ, കരഞ്ഞിട്ട് ഒന്നും മിണ്ടാതെ ആ അരിമണികൾ പെറുക്കി തിരിച്ച് ചാക്കിലാക്കി വീണ്ടും നൂല് വെച്ച് കെട്ടി പാക്ക് ചെയ്ത് ലോറിയിലേക്ക് കയറ്റുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ തീന്മേശയിൽ എത്തുന്നത് ആ കണ്ണുനീരുള്ളത്, ഉച്ചക്ക് പോലും എന്താ പറയുന്ന കയറി നിൽക്കാൻ ദൂരം നടന്നുകൊണ്ട് ആ കൊടും വെയിലത്ത് കഷ്ടപ്പെടുന്ന തൊഴിലാളികളുടെ അവസ്ഥ ഞാൻ അവരോട് പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ആ കുട്ടികൾ പിന്നെ ചോറ് കളഞ്ഞില്ല എന്നുള്ള, അരിമണികൾ കളഞ്ഞില്ല. അത്രയധികം വാല്യുള്ളതാണ്. ഒരുപക്ഷെ ലോഡ് ചെയ്യുന്ന ഒരാൾ ആ വാഹനത്തിൽ നിന്ന് താഴെ വീണ് മരിച്ചു പോകാം. അപ്പൊ ഓരോ അരിമണിയിലും എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ ആര് കഴിക്കണം എന്നുള്ളത്?
ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു രസകരമായ ഒരു സംഭവം, ഞങ്ങൾ ഒരു ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് പാലക്കാട് പോയി. സൈലന്റ് വാലി എന്നൊരു സ്ഥലമുണ്ട്, നിശബ്ദതയുടെ താഴ്വര, ബട്ടർഫ്ലൈസ്. അത് പോകേണ്ടതാണ്, അത്ര മനോഹരമാണ്. ഫോറസ്റ്റിന്റെ വളരെ സ്ട്രിക്റ്റ് വിജിലൻസിലാണ് ആ സ്ഥലം നിൽക്കുന്നത്. അപ്പൊ അങ്ങോട്ടുള്ള യാത്രയിൽ ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ ഉച്ചക്ക് എവിടുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് ഞങ്ങളിങ്ങനെ ആലോചിച്ചു. അപ്പൊ ഓരോ സ്ഥലങ്ങളിൽ എത്തുമ്പോൾ വണ്ടി നിർത്തുമ്പോൾ ആരെങ്കിലും ഒരാൾ പറയും, ഓ അതിന് അവിടെ വണ്ടികളൊന്നും ഇല്ലല്ലോ, അടുത്ത സ്ഥലത്താവും. അങ്ങനെ പോയി 2:30 ഞങ്ങളുടെ സ്വപ്നത്തിലെ ഒരു ഹോട്ടലിൽ ചെന്നെത്തി. കാരണം മുള വെച്ച്, ആ മുളയുടെ ഓലയൊക്കെ വെച്ചിട്ടുള്ള മനോഹരമായ ഒരു ഹോട്ടൽ. ഞങ്ങൾ ചെല്ലുമ്പോൾ ഭക്ഷണം തീർന്നു പോയെന്ന് പറയുന്നു. സാർ ഒന്ന് വെയിറ്റ് ചെയ്താൽ, ഞങ്ങൾ 4 പേരുണ്ട്, റെഡിയാക്കാന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു, ഓരോ സ്ഥലങ്ങളും ഫോട്ടോയൊക്കെ എടുത്ത് നിന്നപ്പോൾ അരമണിക്കൂറിൽ ചൂടേറിയ ചോറും നല്ല കറിയും കിട്ടുന്നു. ഞങ്ങൾ ഇങ്ങനെ ആവോളം കഴിക്കുകയാണ്. അപ്പൊ കഴിക്കുന്നിടയിൽ ഞങ്ങളുടെ ഓഫീസറോട്, ജോസഫ് സാർ എന്ന ഓഫീസറോട് ഞാൻ പറഞ്ഞു, സാറേ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ എറണാകുളത്ത് നിന്ന് ഇത്രയും യാത്ര ചെയ്തെത്തി, ഈ അരിമണിയിൽ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ കഴിക്കണത് അല്ലെ, ആരാണ് കഴിക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സാറും തലകുലുക്കി, ശരിയാണ് അല്ലേ, ഈ അരിമണിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ എല്ലാവരും പറയുന്നു, ഓരോ അരിമണിയിലും എഴുതി വെച്ചിരിക്കുന്നത് ആര് കഴിക്കണം എന്നുള്ളത്. അപ്പൊ എനിക്ക് ഒന്നുകൂടി ആഡ് ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം. ഞാൻ പറഞ്ഞു, സാറേ അരിമണിയിൽ എഴുതി വെച്ചിരിക്കുന്നത് ശരിയാണ്, പക്ഷെ അരിമണിയിൽ ഒരു കാര്യം കൂടി എഴുതി വെച്ചിട്ടുണ്ട്. ആ ആര് കഴിക്കണമെന്നും കൂടാതെ തന്നെ എപ്പോ കഴിക്കണമെന്നും ആരോടൊപ്പം കഴിക്കണമെന്നും എഴുതി വെച്ചിട്ടുണ്ട്. അതൊരു മിറാക്കിൾ അല്ലേ? കാരണം എത്രയോ ഹോട്ടലുകൾ തഴഞ്ഞ് നമ്മൾ അവിടെ എത്തിച്ചേർന്നപ്പോൾ നമുക്ക് വേണ്ടി ചൂടേറിയ ചോറും കറികളുമായി അവിടെ കാത്തിരിക്കുന്നു. ആരോടൊപ്പം? ഞങ്ങൾ 4 പേരും. അപ്പൊ തീർച്ചയായും നമ്മൾക്ക് ഇതുപോലുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് ഈ ഗ്രാറ്റിറ്റ്യൂഡ് വേണം. ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും നമുക്ക് എന്ത് പറ്റില്ല, ഇത് നമ്മൾ മിസ്സാക്കില്ല. അപ്പൊ തീർച്ചയായിട്ടും ദ റൂട്ട്സ് ഓഫ് ഓൾ ഗുഡ്നെസ് ലൈസ് ഇൻ ദ സോയിൽ ഓഫ് അപ്രീസിയേഷൻ. ഇത് പറഞ്ഞത് ദലൈലാമയാണ്. ദ റൂട്ട്സ് ഓഫ് ഓൾ ഗുഡ്നെസ് ലൈസ് ഇൻ ദ സോയിൽ ഓഫ് അപ്രീസിയേഷൻ. പിന്നെ പറയുന്നത് എന്താണ്? സൈസർ ഒന്ന് വായിക്കാവോ? Truly appreciate those around you, and you will soon find many others around you. Thank you, sir. Thank you, sir. Truly appreciate those around you, and you will soon find many others around you. കണ്ടാ നോക്കിയേ, you will appraise, you will surprise. I appreciate all that life has to offer me, both the good and bad. കണ്ടാ, അവിടെ നമുക്ക് വരുന്ന നന്മയും നമുക്ക് വരുന്ന നല്ലതിനോടും നമുക്ക് വരുന്ന മോശത്തിനോടും നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്രീഷിയേറ്റ് ചെയ്യുന്നു. I am grateful to have someone. I am grateful to someone like you in my life. നമ്മൾ ഒരാൾ പറയുകയാണ്, എനിക്ക് ഇതിനെപ്പോലെ ഒരാളെ കിട്ടിയതിൽ ഞാൻ നന്ദിയോട് ഓർക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന സന്തോഷം എന്തായിരിക്കും? തീർച്ചയായിട്ടും ഈ കാണുന്ന ഒരുപാട് കോട്സ് ഒക്കെ ഞാൻ സംസാരിച്ചോട്ടെ അനിൽ സാറേ? പറഞ്ഞോളൂ സാറേ. ഇപ്പൊ വായിച്ച ഐ ആം ഗ്രേറ്റ്ഫുൾ ടു ഹാവ് സമ്മൺ ലൈക്ക് യു ഇൻ മൈ ലൈഫ് എല്ലാവരും കൂടെ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനും അനിൽ സാറും എക്സൈസിലാണ് വർക്ക് ചെയ്യുന്നത്. സാർ എറണാകുളം ജില്ലയാണ്. സാറ് യാദൃശ്യമായിട്ട് ആലപ്പുഴ ജില്ലയിൽ സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് വരേണ്ടി വന്നു. അങ്ങനെയാണ് ഞങ്ങളുമായി പരിചയപ്പെടുന്നത്. പക്ഷേ എൻ്റെ ലൈഫിൽ മാറ്റമുണ്ടായ ഈ ടോട്ട്സ് ആണേലും അതിനു മുമ്പ് VP വിജയൻ സാറിന്റെ ട്രെയിനിങ് സെഷനിൽ പങ്കെടുക്കാൻ സാധിച്ചതൊക്കെ എന്നെ അങ്ങോട്ടൊക്കെ കൈപിടിച്ചുകൊണ്ടുപോയത് നമ്മുടെ ഇപ്പോഴത്തെ ട്രെയിനർ അനിൽകുമാർ സാറാണ്. അപ്പൊ സാറിനെ പോലെ ആൾ വന്നതുകൊണ്ടാണ് എനിക്ക് ശരിയായ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധിച്ചതെന്ന് നിസ്സംശയം ഇത്രയും പേരുടെ മുമ്പ് വെച്ച് പറയാൻ ഞാൻ സന്തോഷത്തോടെ ആഗ്രഹിക്കുകയാണ്. ഇവിടെ വെച്ച് മാത്രമല്ല, പല വേദികളിലും ഞാനത് പറഞ്ഞിട്ടുണ്ട്. എക്സൈസിലെ പരിചയം മാത്രമല്ല, പക്ഷേ VP വിജയൻ സാറിന്റെ ട്രെയിനിങ് സെഷനിൽ അനിൽകുമാർ സാറാണ് ആദ്യം പോണത്. അപ്പൊ എന്നോട് അറിയിക്കുന്നു ഇങ്ങനെ ഒരു സെഷൻ ഉണ്ട്, എനിക്ക് പ്രയോജനപ്പെടുമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ അങ്ങനെ സാറിന്റെ കൂടെ പല സെഷനിൽ പങ്കെടുത്തു. അതിനുശേഷമാണ് കുറച്ച് കഴിഞ്ഞപ്പം ഫോറേയും ക്ലബിലേക്ക് പോണു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പം ടോട്ട്സിലേക്ക് പോണു. അങ്ങനെയാണ് ഇപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഈ പറഞ്ഞ ഡയലോഗ് വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ഐ ആം ഗ്രേറ്റ്ഫുൾ എന്ന് പറഞ്ഞാൽ ഐ ഹാവ് ടു സംവൺ ലൈക്ക് യു ഇൻ മൈ ലൈഫ്. താങ്ക് യു അനിൽ സാർ. താങ്ക് യു മനോജ് സാർ. താങ്ക് യു. അപ്പൊ നമുക്ക് ഐ ആം ഗ്രേറ്റ്ഫുൾ ടു ഹാവ് സമ്മൺ ലൈക്ക് യു ഇൻ മൈ ലൈഫ്. അതുപോലെ നിങ്ങൾ ആരോടെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന പവർഫുൾനെസ് ആലോചിച്ച് നോക്കി. അപ്രീസിയേഷൻ ഈസ് എ വണ്ടർഫുൾ. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ടച്ച് ചെയ്യുമ്പോൾ, നമ്മൾ റോബിൻ ശർമ്മ എന്നൊരു എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരു വ്യക്തിക്ക് കൈ കൊടുക്കുമ്പോൾ കയ്യിൽ സ്പർശിക്കുന്നതിന് മുമ്പ്, ടച്ച് ചെയ്യുന്നതിന് മുമ്പ്
നമ്മൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ടച്ച് ചെയ്യണം. അങ്ങനെയുള്ള ആ ഒരു അനുഭവം ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് പേരുടെ ഹൃദയങ്ങളിൽ ടച്ച് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവുന്നു. നിങ്ങൾ പറയുന്ന വാക്കുകൾ ഈസി ടു കൺവേ യുവർ ഐഡിയ, യുവർ മിഷൻ, യുവർ വിഷൻ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം. അതുപോലെ നമുക്ക് ഒരുപാട് പേരെ നമുക്ക് നമ്മുടെ ചുറ്റും കൂട്ടാം. നമുക്ക് നല്ലതിനോടും ചീത്തതിനോടും അപ്രീഷിയേറ്റ് ചെയ്യാം. നന്മയുടെ ആ ഒരു സോയിൽ നമുക്ക് അപ്രീഷിയേറ്റ് നടാം. എ പേഴ്സൺ ഹൂ ഫീൽസ് അപ്രീഷിയേറ്റ് വിൽ ഓൾവേസ് ഡു മോർ ദാൻ വാട്ട് ഐ എക്സ്പെക്ടഡ്, അല്ലേ? വാട്ട് വി എക്സ്പെക്ടഡ്, അല്ലേ? ശരിയല്ലേ? നമ്മൾ വാട്ട് ഈസ് എക്സ്പെക്ടഡ്, നമ്മൾ ഒരാളെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ലഭിക്കുന്നു. ഇനിയാണ് നമുക്ക് വളരെ മനോഹരമായ ഒരു സംഭവത്തിലേക്ക് നോക്കാം. എന്നെ കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും ഒന്ന് കൈകൾ ഉയർത്തിയിട്ട് റിപ്പീറ്റ് ഇറ്റ് ലൗഡ്ലി. മൈ റിക്വസ്റ്റ്. എന്താണ് പറയേണ്ടത്? I have the power within us, within me, to overcome all apparent limitations. Please repeat. I have the power within me to overcome all apparent limitations. All blame, circumstances, fate, bad luck, poor times, etc. പ്രിയമുള്ളവരെ, നമ്മൾ ഇങ്ങനെ പഴിചേരുകയാണ്, അവസരങ്ങളെ നമ്മൾ കളയുകയാണ്. എന്റെ കുടുംബം ഇങ്ങനെയാണ് അവർ ജീവിച്ചിരുന്നത്, എന്റെ കുടുംബത്തിൽ ആരും രക്ഷപ്പെട്ടിട്ടില്ല. ഇങ്ങനെയുള്ള ആ ബ്ലെയിമിനെ ഒഴിവാക്കി നമ്മളുടെ പൊട്ടൻഷ്യൽ കണ്ടെത്താനായിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണമെങ്കിലുണ്ടല്ലോ, ഈ ഭൂമിയിൽ ഇതുപോലെ ഒരുപാട് ആൾക്കാർ വേണം. കാരണം ഇങ്ങനെയുള്ള ആൾക്കാരെ കാത്ത് ഈ ലോകം പച്ച പരവതാനി വിരിച്ച് കാത്തിരിക്കുന്നു. നന്മയുള്ളവരുടെ, മനസ്സിൽ ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടാക്കുന്നവരുടെ ലോകം. തീർച്ചയായിട്ടും എന്നെ കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും നന്മവരങ്ങളാണ്. നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. ബ്ലെയിം. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, നമ്മൾ പറയില്ലേ, ഇറ്റ് ഈസ് നെവർ ടു ലേറ്റ് ടു ഡു സംതിങ് വൺസ് അഗൈൻ. വെരി വെരി ഇമ്പോർട്ടന്റ് വൺ. ഇറ്റ് ഈസ് നെവർ ടു ലേറ്റ് ടു ഡു സംതിങ് വൺസ് അഗൈൻ. ഒട്ടും വൈകിട്ടില്ല. ചിലർ പറയും ഞാൻ 60 ഞാൻ 70 ഇല്ല. നോക്കൂ, ട്രംപ് വീണ്ടും ജയിച്ചു. ആ പ്രായമുള്ള ആരും ഇപ്പൊ ഇവിടെ എന്റെ ക്ലാസ് കേൾക്കുന്നില്ല. നോക്കൂ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഇൻബിൽറ്റ് നമ്മുടെ കയ്യിലുണ്ട്. സോ ഡു യുവർ ബെസ്റ്റ്. സോ എക്സ്പെക്ട് എന്താ പറയുക, നമ്മൾ പറയല്ലേ, ഡു യുവർ ബെസ്റ്റ്. നിങ്ങളുടെ കയ്യിൽ വരുന്ന ഓരോ കാര്യവും നിങ്ങളുടെ ഏറ്റവും 100% പെർഫെക്റ്റോട് ചെയ്യുക. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്താം. ലവ് വാട്ട് യു ഡു until you can do what you love. I may repeat it again. Love what you do until you can do what you love. ഇപ്പം നിങ്ങൾ എന്താണോ ചെയ്തിരിക്കുന്നത് അതിനെ സ്നേഹിക്കുക, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക, അതിന് നന്ദിയോടെ ഓർക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ. പ്രിയമുള്ളവരെ, നമുക്ക് ഇതാണ് എന്റെ സെഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്രേ ഉള്ളൂ. നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒരു പവർഫുൾ ഫോഴ്സ് ആണ്. അതുവഴി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഒപ്പം സ്വന്തം ഉയർച്ചയെ കുറിച്ച് മാത്രമല്ല ചിന്തിക്കുന്നത്, മറ്റുള്ളവരെ കുറിച്ചുള്ള ആ ഒരു നന്മ കൂടി നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നമുക്ക് വളരെ വളരെ നല്ല വിജയങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. എന്താണ് നമുക്ക് ലഭിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അത്രയധികം അവസരങ്ങളുള്ള ഒരു നാടാണ് നമുക്ക്. തീർച്ചയായിട്ടും ഈ ഒരു സെഷൻ ഞാൻ ഉദ്ദേശിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ. അപ്രീസിയേഷൻ ഇസ് ദ വണ്ടർഫുൾ ഫോഴ്സ്, മിറാക്കിൾ ഫോഴ്സ്. യു എംബ്രേസ് ഇറ്റ്. ഇനി ആരും ഇല്ലെങ്കിൽ പോലും നമുക്ക് നമ്മളെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാം. ആ ഒരു എക്സസൈസ് കൂടി ചെയ്തുകൊണ്ട് നമുക്ക് എന്റെ സെഷൻ അവസാനിപ്പിക്കാം. ചില സമയത്ത് നമ്മൾ മൂഡ് ഓഫ് ആകാം. യെസ്, നോർമലി നമ്മളെല്ലാം മനുഷ്യരാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ജസ്റ്റ് വലത് കൈ ഇങ്ങനെ ഉയർത്തുക. വീഡിയോ ഓൺ ആക്കിയിരുന്നു, വേണമെങ്കിൽ കൈ ഉയർത്താം. എന്നിട്ട് നമ്മൾ തന്നെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അനിൽ, യു ആർ ഗ്രേറ്റ്. ആരെയും നമ്മൾ ആശ്രയിക്കണ്ട. അനിൽ, യു ആർ ഗ്രേറ്റ്. യു ക്യാൻ ഡു. ഇപ്പൊ അല്പ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. യു ക്യാൻ ഡു ഇറ്റ് ഈസിലി. യു ക്യാൻ കൺവേ യുവർ മിഷൻ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവർ മനസ്സിലാക്കിയിട്ടില്ല. അവസരങ്ങൾ വരും. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഇതുപോലെ ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങൾ വരട്ടെ. TC ആലപ്പുഴ ഒരുപാട് ഹൃദയങ്ങൾ ജീവിക്കട്ടെ. നമുക്ക് സ്കൂളുകളിലും ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ എത്തിക്കാം.
ഒപ്പം സേ ടു നോ ഡ്രഗ്സ്, സേ നോ ടു ഡ്രഗ്സ്, എസ് ടു ലൈഫ്, എസ് ടു മ്യൂസിക്, എസ് ടു അവർ റീഡിങ്, അവർ യാത്ര, ഇതെല്ലാം ആകട്ടെ. അപ്പൊ തീർച്ചയായിട്ടും ഈ സെഷന്റെ അൾട്ടിമേറ്റ് എയിം ഇത്രയുള്ളൂ. ആർട്ട് ഓഫ് അപ്രീസിയേഷൻ, അഭിനന്ദനം എന്നൊരു കല. വി ക്യാൻ പ്രാക്ടീസ് ഇറ്റ്, വി ക്യാൻ ട്രെയിൻ ഇറ്റ്, മേക്ക് ഇറ്റ് ടു പെർഫെക്ഷൻ. 100% നമുക്കാക്കാം. നിങ്ങളുടെ കൈ സ്പർശിക്കുമ്പോൾ, നിങ്ങളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഇനി ഉണ്ടാവുന്നതിനേക്കാൾ ഒരു എനർജി, ഒരു ഊർജം, ഒരു മോട്ടിവേഷണൽ ഫോഴ്സ് നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന വ്യക്തികൾ, നിങ്ങൾ എടുക്കുന്ന ക്ലാസ്സുകൾ, നിങ്ങൾ എടുക്കുന്ന നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകട്ടെ. അവരവരുടെ ഏറ്റവും ഉന്നതങ്ങളിൽ എത്തുവാനായിട്ട് നിങ്ങളെ സഹായിക്കട്ടെ. ഒപ്പം നിങ്ങളെക്കുറിച്ച് ഒരുപാട് അറിയുന്ന, ഒരുപാട് നന്ദിയോടോർക്കുന്ന ഒരുപാട് ആൾക്കാരെ നിങ്ങൾ സൃഷ്ടിക്കാൻ കഴിയട്ടെ. ഒരാളുടെ ചുണ്ടിൽ വിരിയുന്ന പുഞ്ചിരിക്കും മുഖത്തെ സന്തോഷത്തിനും നിങ്ങളാണ് കാരണമെന്നറിയുമ്പോഴുണ്ടാവുന്നൊരു സന്തോഷമില്ലേ, അതാണ് ഒരു ആത്മാനന്ദം. ആ ഒരു സന്തോഷത്തിന്റെ നിർവൃതിയിലേക്ക് നിങ്ങൾ ഏവരും ആകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്കിവിടെ ഒരു അവസരം തന്ന PC ആലപ്പുഴ, എസ്പെഷ്യലി സജിത് സാറാണ് എറണാകുളത്ത് വെച്ച് പറഞ്ഞത്. ഞാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സെഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ സജിത് സാർ വന്നിട്ട് പറഞ്ഞ, അനിൽ സാറേ ഒരു സെഷൻ എടുക്കുന്നു. അങ്ങനെയുള്ള ഒരു സെഷൻ എടുത്തു. അപ്പൊ ഈ ഒരുപാട് സെഷൻ, ഒരു 10-20 കാര്യങ്ങളുണ്ട്. എങ്കിൽ പോലും ഏതെടുക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്കറിയാം, ഞാൻ ആർട്ട് വെച്ച് ഏതാണ്ട് 15ഓളം സെഷൻ എടുത്തിട്ടുണ്ട്. ആർട്ട് ഓഫ് സൈലൻസ്, ആർട്ട് ഓഫ് ഫോർഗീവ്നെസ്, ആർട്ട് ഓഫ് കമ്പാഷൻ, ആർട്ട് ഓഫ് റെസിലിയൻസ്, ആർട്ട് ഓഫ് പേരന്റിങ്, ആർട്ട് ഓഫ് ചെസ്, ആർട്ട് ഓഫ് ഗെയിം, അങ്ങനെ ഒരു 15 സെഷനായി. ഇതിനിടക്കാണ് ആർട്ട് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡും ആർട്ട് ഓഫ് അപ്രീസിയേഷനും. അപ്പം അഭിനന്ദനവും നന്ദിയും ഒരുമിച്ച് പോകുന്ന ആൾക്കാരാണ്. നമുക്ക് നന്ദിയോട്, അഭിനന്ദനത്തോട്, നമ്മുടെ ജീവിതത്തിൽ വരുന്ന നല്ല കാര്യങ്ങളോടും ഒപ്പം മോശം അനുഭവങ്ങളോടും നന്ദി പറഞ്ഞ് നമുക്ക് ജീവിക്കാം. ഒരിക്കൽ ഇവിടെ എല്ലാവരെയും നന്ദിയോടോർത്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഓവർ ടു PD. Thank you, Anil Kumar sir. A lot of appreciation from our part, PC ആലപ്പി. സാർ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ട് തന്നെ അപ്രീസിയേഷൻ സാറിന് സമർപ്പിക്കുകയാണ്. വളരെ ഭംഗിയായി അടുക്കും ചിട്ടയോടും കൂടി സാറിന് ഈ സെഷൻ കൈകാര്യം ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കേണ്ട ഒരു ഗുണമാണ് അപ്രീസിയേഷൻ എന്നുള്ളത്. അത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങണം എന്നാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം. കാരണം നമ്മുടെ കുട്ടികൾ അവർ പഠിക്കുന്ന കാലത്ത് ഒരുപക്ഷെ അവർ ചെയ്യുന്ന ചെറിയ മിസ്റ്റേക്കുകൾ പോലും, അല്ലെങ്കിൽ അവർ വാങ്ങിക്കുന്ന മാർക്ക് കുറഞ്ഞു പോയി എന്നതുകൊണ്ട് തന്നെ നമ്മൾ അവരെ ബ്ലെയിം ചെയ്യുന്ന, അവരെ കുറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥ ഓരോ കുടുംബത്തിലും ഉണ്ട് എന്നുള്ളത് അവിതർക്കിതമായ കാര്യമാണ്. പക്ഷേ ആ സമയത്ത് ആ മാർക്ക് കുറഞ്ഞതിനെ കാര്യമായി എടുക്കാതെ അത് മെച്ചപ്പെടുത്തുവാൻ, ആ കുട്ടികൾക്കൊരു പ്രേരണ കൊടുക്കുവാൻ ഇത്തരത്തിലുള്ള അപ്രീസിയേഷനുകൾക്ക് സാധിക്കും എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. അത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളും അങ്ങനെ ആയിരിക്കാം ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ നല്ല ഒരു ക്ലാസ് അപ്രീസിയേഷൻ. ഇതിന്റെ തുടക്കത്തിൽ നമ്മുടെ ചെയർമാൻ പറഞ്ഞതുപോലെ ഒരു വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റാണ് നമുക്ക് ഈ അപ്രീസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും വളരെ വിജ്ഞാനപ്രദമായിട്ടുള്ള ഒരു അറിവുകൾ നിങ്ങൾക്ക് സ്വായത്തമാക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് നിശ്ചയമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഇനി ഫീഡ്ബാക്ക് ആണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കായിട്ട് വന്നിട്ട് ആ ഫീഡ്ബാക്ക് ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് എന്താണ് എന്ന് ഓരോരുത്തർക്കായിട്ട് പറയാം. ഒന്നെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ നേരിട്ട് വന്നിട്ട് നിങ്ങൾ അഭിപ്രായം പറയുകയോ ചെയ്യും. ഓക്കെ. ഹേമരാജിനി ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. മുഴുവൻ പേര് ഹേമരാജിനി പ്രകാശ്. ഗുഡ് ഈവനിങ്. ഞാൻ ഹാൻഡ് റൈസ് ഇതിൽ കയറിയപ്പോൾ തന്നെ ഞാൻ ഹാൻഡ് റൈസ് കൊടുത്തതാണ്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഞാൻ ലേറ്റ് ആയാണ് കയറിയത്. റാബിയ മാം എനിക്ക് ഇട്ടത് ഞാൻ കണ്ടില്ലായിരുന്നു. ഞാനാണ് കുറച്ച് മുമ്പാണ് ഞാൻ കണ്ടത്. ഒരുപാട് സന്തോഷം തോന്നി. അപ്രിസിയേഷൻ അതൊരു നല്ല കാര്യമാണ്. കാരണം നമ്മൾ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഒരാള് ചെയ്യുന്ന കാര്യം ഒരു പക്ഷേ അതൊരു
അവരെ ഒരു അപ്രീസിയേഷൻ, അവർക്കൊരു സാറ് പറഞ്ഞ പോലെ ചേർത്ത് പിടിച്ച് അവരെ ഒന്ന് അപ്രീസിയേറ്റ്, അത് കൊള്ളാം, അത് ശരിയായി, കുറച്ചുകൂടി ഇനി ബെറ്റർ ആവും എന്ന് പറയുകയാണെങ്കിൽ അത് ഹൃദയത്തിന്റെ, സാറ് പറഞ്ഞതുപോലെ നമ്മുടെ അല്ലെ, നമ്മുടെ ഹൃദയത്തിന്റെ അങ്ങേറ്റം അടിത്തറയിൽ നിന്ന് വരികയാണെങ്കിൽ അത് അത്രയും വലിയ സന്തോഷമായിട്ട് ആൾക്ക് കിട്ടുകയും അതിലൂടെ അയാൾക്ക് ആ പ്രോഗ്രസ് ജീവിതത്തിലും ഒക്കെ ലഭിക്കുന്നതാണ്. ഒരുപാട് നല്ലൊരു ക്ലാസ് ആയിരുന്നു. എനിക്ക് ഇവിടെ അത് കയറാൻ കഴിഞ്ഞത് എന്റെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്, താങ്ക് യു, താങ്ക് യു. താങ്ക് യു, താങ്ക് യു. അടുത്തതാരാണ്? ഹരി സാറേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. ഞാൻ അനിൽ സാറിന്റെ മിക്ക സെഷൻ കാണുന്ന ഒരാളാണ്. അത് സാറിന്റെ എവിടെ ഉണ്ടെങ്കിലും എനിക്ക് എന്റെ ലിങ്ക് കിട്ടാറുണ്ട്, ഏത് ഗ്രൂപ്പിൽ പോയാലും. അപ്പൊ അവിടെ തന്നെ ഈ പറഞ്ഞ പോലെ ആർട്ടിന്റെ ഒരു പ്രത്യേക കലവറയുമായിട്ടാണ് അദ്ദേഹം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് കലവറ എന്നറിയാൻ വേണ്ടി ഏത് ടോപ്പിക് വന്നാലും ഞാൻ മാക്സിമം കയറാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതും ഇതൊരു വ്യത്യസ്തമായ വിഷയമാണ്. വന്നവർക്ക് എന്തായാലും നിരാശരാകേണ്ടി വരില്ല. എല്ലാ ദിവസവും SDP എല്ലാം പങ്കെടുക്കുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന മിക്കവാറും. അപ്പൊ കേട്ട് പരിചയമുള്ള അല്ലെങ്കിൽ ദിവസവും കേൾക്കുന്ന ഒരു വിഷയമല്ല. ഒരുപക്ഷെ ആരെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവാം, ഇല്ലെന്ന് പറയുന്നില്ല. എങ്കിലും വ്യത്യസ്തയോടുകൂടി അത് അവതരിപ്പിക്കാൻ നമ്മുടെ അനിൽ സാറിന് സാധിച്ചു. അതിൽ ആലപ്പുഴ ചാപ്റ്റർ എന്ന നിലയിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഒരു വ്യത്യസ്തമായ വിഷയം വ്യത്യസ്തമായ രീതിയിൽ തന്നെ. എനിക്ക് തോന്നുന്നു 45-50 മിനിറ്റ് പോയത് സാറ് അടുത്തൊരു പോയിന്റ് കൂടി നിർത്തുകയാണെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ക്ലോക്കിൽ നോക്കിയത്. ഇത്രയും സമയം ആയോ, അതോ അരമണിക്കൂറേ ആയുള്ളൂ, പെട്ടെന്ന് നിർത്തുവാന്ന് വെച്ചിട്ട് ഞാൻ ക്ലോക്കിൽ നോക്കിയപ്പോഴാണ് ഏതാണ്ട് 50 മിനിറ്റ് ആകാൻ പോകുന്നു സാറ് സംസാരിച്ച് തുടങ്ങിയിട്ടെന്ന് മനസ്സിലായത്. വളരെ നല്ല ഒഴുക്കോട് കൂടി, നല്ല ഫ്ലോയോട് കൂടി ശാന്തമായി ഒഴുകുന്ന ഒരു പുഴ പോലെ വളരെ മനോഹരമായി ഒഴുകി അങ്ങനെ കടലിൽ പതിച്ചിരിക്കുകയാണ്. കുറച്ചും കൂടെ വഴിതെറ്റിയൊക്കെ പോകാമായിരുന്നു എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ സമയം എടുത്ത്, കുറച്ചും കൂടെ എന്റെ ഡൈവേർഷൻസ് ഒക്കെ എടുത്ത്, കുറച്ചും കൂടെ കണ്ടന്റ് എന്ന് വെച്ചാൽ ഒരുപാട് പറയാൻ പറ്റുന്ന സാധനങ്ങളാണ്, കുറച്ചും കൂടെ ചേർക്കാം. പക്ഷെ നമുക്ക് ടൈം ലിമിറ്റ് ഉണ്ട്, അത് സത്യമാണ്. ആ 40-45 മിനിറ്റ് മതി. അതുകൊണ്ട് അതിൻ്റെ അകത്ത് തന്നെ സാർ നിന്നുകൊണ്ട് പറഞ്ഞു, വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. കേട്ടവർക്ക് ആർക്കും ഒരിക്കലും ഒരു നഷ്ടബോധം ഉണ്ടാകേണ്ട കാര്യമില്ല. 1 മണിക്കൂറോടെ സ്പെൻഡ് ചെയ്തെങ്കിൽ അവരുടെ ജീവിതത്തിൽ വളരെ ഫുൾഫിൽ ആകാൻ പറ്റുന്ന, സ്റ്റാർട്ട് ദ ഡേ വിത്ത് അപ്രിസിയേഷൻ, ഫിൽ ദ ഡേ വിത്ത് അപ്രിസിയേഷൻ ആൻഡ് എൻഡ് ദ ഡേ വിത്ത് അപ്രിസിയേഷൻ. അതായിരിക്കട്ടെ ഇവിടുന്ന് കിട്ടിയ ഒരു മെസ്സേജ്. ആ മെസ്സേജ് എല്ലാവർക്കും ലൈഫിൽ പാലിക്കാൻ സാധിക്കട്ടെ. ഞാൻ എന്തായാലും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അത് എന്തായാലും ഒന്നും കൂടെ ഓർമ്മിപ്പിക്കാനും ഒന്ന് റിഫ്രഷ് ചെയ്യാനും ഈ സെഷൻ സാധിച്ചു. എന്റെ വ്യക്തിപരമായ പേരിൽ ആലപ്പുഴ ചാപ്റ്ററിന്റെ പേരിലുള്ള എന്റെ നന്ദി കൂടി അറിയിച്ചുകൊണ്ട് അടുത്ത ആൾക്ക് സംസാരിക്കാവുന്നതാണ്. ഒരു സെഷനെ ഏറ്റവും മനോഹരമാക്കുന്ന ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സ്വന്തം അനുഭവങ്ങൾ, ആ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്വന്തം അനുഭവങ്ങൾ പറയുക എന്നുള്ളതാണ്. അക്കാര്യത്തിൽ സാറ് വളരെ ഭംഗിയായി 2 കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിൽ വന്നിട്ടുള്ള 2 കാര്യങ്ങൾ പറഞ്ഞു. അതൊക്കെ പറയുമ്പോൾ ആ സെഷൻ ഏറ്റവും കൂടുതൽ ജീവസുറ്റതാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള. അതിന് പ്രത്യേകം നന്ദി പറയുന്നു. അടുത്ത ആള്. എന്റെ പേര് പ്രിയം ബാബു എന്നാണ്. ഞാൻ വയനാട് ചാപ്റ്ററിൽ നിന്നാണ്. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഞാൻ വയനാട് ചാപ്റ്ററിൽ നിന്നാണ്. ഞാനൊരു 8:15, 8:20 സാറിന്റെ ക്ലാസ്സിൽ കയറിയപ്പോ. പക്ഷെ ഈ പറഞ്ഞതുപോലെ വേഗം തീർന്നു പോയ ഫീലാണ്. എല്ലാവരും മറന്നു പോകുന്ന അല്ലെങ്കിൽ ബോധപൂർവം വിട്ടുകളയുന്ന ഒരു കാര്യമാണ് അപ്രിസിയേഷൻ. മറ്റുള്ളവരെ അപ്രിസിയേഷൻ ചെയ്തു കഴിഞ്ഞാൽ എന്തോ കേൾക്കുന്നില്ല. മ്യൂട്ടാണ് മാം. ഹലോ, എന്റെ പേര് മറിയം ബാബു. ഞാൻ വയനാട് ചാപ്റ്ററിൽ നിന്നാണ്. ഞാൻ സാറിന്റെ ക്ലാസ് ഒരു 8:20 കയറിയത്. ഒന്നും പറയാനില്ല സർ, വണ്ടർഫുൾ സെക്ഷൻ ആയിരുന്നു. സമയം ഇത്ര വേഗം കഴിഞ്ഞു പോയോ എന്നുള്ളതാണ്. നേരത്തെ നമ്മുടെ സാറ് പറഞ്ഞല്ലേ, ഹരി സാറ് പറഞ്ഞ പോലെ സാറ് ജീവിതത്തിൽ നിന്ന് എടുത്ത് സംസാരിച്ചപ്പോൾ അത് നമ്മൾക്കൊക്കെ വളരെയധികം ഉൾക്കൊള്ളാൻ സാധിച്ചു. മറ്റുള്ള യൂട്യൂബിൽ നിന്ന് അങ്ങനെയുള്ള വലിയ വലിയ മഹാന്മാരുടെ ലെറ്ററൊക്കെ എടുത്ത് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മളത് കേട്ടിട്ടുണ്ടാവില്ല. ഇത് നമ്മൾ സാറ് ജീവിതത്തിൽ നിന്ന് എടുത്ത് പറഞ്ഞപ്പോൾ അത് ഓരോരുത്തർക്കും അത് എനിക്ക് വേണ്ടിയിട്ടാണ്, അത് എന്നെ കുറിച്ചാണ് പറഞ്ഞതെന്നുള്ള ഒരു ഫീല് വന്നു. സോ കൺഗ്രാറ്റ്സ് സാർ. ഒന്നും പറയാൻ, ഒരുപാട് സന്തോഷം, ഒരുപാട് ബെനിഫിറ്റ്സ് ക്ലാസ് ആയിരുന്നു. ഇതൊക്കെ ലൈഫിൽ നമുക്ക് പിന്തുടരാൻ കഴിയണം എന്നുള്ളത്, കഴിയണം. കാരണം കഴിയുമ്പോഴാണ്, ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിൽ നന്മകൾ നമ്മൾക്ക് അനുഭവിക്കാനും ഇനിയും നമ്മളിലേക്ക് വന്നു ചേരാനും സാധ്യമാവുള്ളൂ എന്ന് സാറ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു.
ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. ഇനിയും സാറിന് ഇതുപോലെ ഒരുപാട് ക്ലാസ്സുകൾ അനേകർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കാൻ സർവേശ്വരന് ആയുസ്സും ആരോഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹായ് സാർ. ഹലോ, അടുത്ത ആരാണ്? നല്ല ഞാൻ വാക്കുകൾക്ക് ലതിക നന്ദി. ലതിക ഷാജി, ആലപ്പുഴ ചാപ്റ്ററിൽ നിന്നാണ്. ലതിക പറഞ്ഞോളൂ. സാർ, ഞാൻ അനിൽ സാറിനോടാണ്. ഞാൻ ആലപ്പുഴ ചാപ്റ്ററിന്റെ യൂത്തിന്റെ ഡയറക്ടറാണ്. ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കറാണ്. സാറ് പറഞ്ഞ ഈ കാര്യങ്ങൾ മിക്കവാറും ഞാൻ സ്കൂളുകളിലെല്ലാം കുട്ടികളെ കൊണ്ട് ക്ലാസ്സുകൾ എടുപ്പിക്കുമ്പോൾ, അല്ല, ഞാൻ എടുക്കുമ്പോൾ കുട്ടികളെ കൊണ്ട് ഞാൻ ഒരു കുഞ്ഞൊരു പേന പോലും സഹപ്രവർത്തകൻ കൊടുക്കുമ്പോൾ, അല്ല സഹപാഠി കൊടുക്കുമ്പോൾ ഒരു അപ്രീസിയേഷൻ, ഒരു താങ്ക്സ് എങ്കിലും പറഞ്ഞ് ആ ഒരു രീതിയിൽ ഒരു ചെറിയ ഒരു കുട്ടിക്കായാലും ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അങ്ങനെയും ആ ഒരു രീതിയിൽ കുട്ടികളോട് പറഞ്ഞ് ഞാൻ പഠിപ്പിക്കാറുണ്ട്. കാരണം അത് ഇന്നലെ തന്നെ എനിക്കൊരു അനുഭവം കിട്ടിയതാണ്. അപ്രീസിയേഷൻ എന്താണെന്ന് സാധാരണ ഞാൻ ഇപ്പൊ സംസാരിക്കാനും കൂടെ കാര്യം. ഇന്നലെ ഞങ്ങളുടെ പരിപാടിയുടെ ഇടയ്ക്ക് ഒരു കുഞ്ഞു പാട്ട് പാടിയപ്പോ പോലും എല്ലാരും രാവിലത്തെ ട്രെയിനിങ് ടൈമിൽ അപ്രീസിയേഷന്റെ കാര്യം അവിടെ പറഞ്ഞിട്ട് പോലും മൊത്തം അത്രയും പേര് ഇരുന്ന് കേൾക്കുകയാണ്. കേട്ടിട്ട് പാടി കഴിയുമ്പോൾ ഒരു കൈയടിക്കാൻ എല്ലാരും മറന്നുപോയെന്നുള്ളതാണ്. മറ്റുള്ള അതിൽ തന്നെ പിശുക്കാണ് എല്ലാവർക്കും ഉള്ളത്. എനിക്കത് പറയേണ്ടി വരെ വന്നു, എല്ലാരും കൈയടിക്കാൻ മറക്കരുത്. അപ്പൊ ആ ഒരു ചെറിയ രീതിയിലായാലും മിക്കവാറും എല്ലാവരുടെ ഒരു ഈഗോ വർക്ക് ചെയ്യുന്നതാണോ എന്തോ, മറവിയാണോ ആ ടൈമിൽ ഉണ്ട്. പക്ഷെ ഞാൻ ഇവിടെ പോയാലും ഞാനത് പറയാറുണ്ട്. സാറിന്റെ വാല്യുബിൾ ആയിട്ടുള്ള ഈ ക്ലാസ് ഒത്തിരി ഗുണം ചെയ്തു. കാരണം ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ കൂടുതൽ പഠിക്കാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു ലതിക. അടുത്ത പറഞ്ഞോളൂ. നമ്മൾ അപ്രീസിയേഷനെ കുറിച്ചാണ് ക്ലാസ് എടുത്തത്. അപ്പൊ നമ്മുടെ പാർട്ട് ഒരു അപ്രീസിയേഷൻ നമ്മുടെ ഭാഗത്ത് നിന്നും വരണം, അല്ലേ സാറേ? അനിൽകുമാർ സാർ. കുഴപ്പമില്ല സാർ, അവര് തിരക്കിലായിരിക്കും. അവൻ മെസ്സേജ് ഒക്കെ ഒരുപാട് 39 മെസ്സേജ് വന്നു. അതിന്റെ റെക്കോർഡ് മെസ്സേജ് ആയിരിക്കും എന്ന് വിശ്വസിക്കും. അതിന് ഇത്ര ചാറ്റ് മെസ്സേജും അപ്രിസിയേഷൻ മെസ്സേജുകളാണ് വന്നേക്കുന്നത്. ഞാനത് വായിക്കുകയായിരുന്നു. നല്ല പോലെ ആക്റ്റീവ്. അതെ അതെ അതെ. 44 50 ആൾക്കാരുണ്ടായിരുന്നു. ആസിഫ ടീച്ചർ ഇല്ലേ? ആസിഫ ടീച്ചറൊക്കെ പിന്നെ ഭക്ഷണം കഴിക്കാൻ ഹോസ്റ്റലിലെ സാറായിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോയിക്കണം. എന്തോ മറ്റു ചാപ്റ്ററിൽ നിന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ജയൻ സാർ, നീരജ്, ഇവിടെ ഉണ്ട്, കേട്ടോണ്ടിരിക്കുക. രവി, അൺമ്യൂട്ട് ചെയ്യാൻ താമസ്, സുധീർ സാറ്, പിന്നെ മൊയ്തീൻ സാറ്, കുറച്ചൊക്കെ മറ്റ് ചാപ്റ്ററിൽ വന്നിട്ടുണ്ട്. ജയൻ സാറിനൊക്കെ ഉണ്ടെങ്കിലും ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ആളാണ്. രാധാകൃഷ്ണൻ സാറുണ്ട്. നമസ്കാരം. നല്ല സെഷനായിരുന്നു. അപ്രീസിയേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ അങ്ങ് നിങ്ങോളം, അത് ജനനം മുതൽ മരണം വരെ നമ്മുടെ കുട്ടികളായാലും വൃദ്ധരായാലും ആർക്കും ആവശ്യമുള്ളതാണ് അപ്രീസിയേഷൻ. കുട്ടികൾക്കൊക്കെ നമ്മൾ ഓരോ നിമിഷത്തിലും അപ്രീസിയേഷൻ കൊടുക്കുന്നത്ര അവരുടെ മനസ്സിൽ ശരീരത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അവർ പെരുമാറ്റത്തിലും നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. ഒരു ടീച്ചർ നിനക്ക് നന്നായിട്ട് അറിയാം. ഇത് നമുക്ക് എവിടെയും നമ്മുടെ ഫാമിലി ലൈഫിലും എല്ലാം ഇത് വേണ്ടതാണ്. ഇത് നല്ലൊരു സെഷനായിരുന്നു. ഇത് എവിടെയും എടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു വിഷയമാണ് ഇത്, അപ്രീസിയേഷൻ. തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഈ ആലപ്പുഴയുടെ നമുക്ക് പോസിറ്റീവ് കമ്മ്യൂണിന്റെ ഭാഗമായിട്ട് കിട്ടിയ ഈ നല്ല ക്ലാസ്സിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ അനിൽകുമാർ സാറിന് നല്ല PD എല്ലാം എന്തുകൊണ്ടും എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. താങ്ക് യു. രാധാകൃഷ്ണൻ സാർ. Thank you for inviting me. സാറിന്റെ ക്ലാസ് ആദ്യം മുതലേ കേട്ടു. അനിൽകുമാർ സാറിന്റെ അപ്രീസിയേഷനെ കുറിച്ചും ഒക്കെ വളരെ ഗഹനമായിട്ട് വളരെ നന്നായിട്ട് സാർ പറയുകയുണ്ടായി. അതായത് അപ്രീസിയേഷൻ, ഒരാൾക്ക് അപ്രീസിയേഷൻ കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം അത് അദ്ദേഹത്തിലേക്ക് പകരും. അതുപോലെ തന്നെ അത് അദ്ദേഹത്തിൽ നിന്ന് മറ്റുള്ളവരിലേക്കും
പകരം സന്തോഷം, ഹാപ്പിനെസ്. അതുപോലെ അപ്രിസിയേഷൻ പറയുന്ന ആളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഹാപ്പിനെസ്, അതും അദ്ദേഹത്തിന് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു നിലയിലേക്ക് അദ്ദേഹം എത്തും. അപ്പോൾ അപ്രിസിയേഷൻ്റെ പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അനിൽകുമാർ സാർ അത് വളരെ വിശദമായിട്ട് നല്ല രീതിയിൽ അവതരിപ്പിച്ചു. അനിൽകുമാർ സാറിന് അഭിനന്ദനങ്ങൾ, അപ്രിസിയേഷൻ നേരുന്നു. ഇതുപോലുള്ള ക്ലാസ്സുകൾ ഇനിയും ഉണ്ടാകട്ടെ, അനിൽകുമാർ സാറിൻ്റെ കേൾക്കാൻ ഇടവരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇത് ശ്രമിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു രാധാകൃഷ്ണൻ സാർ. അനിൽ സാറേ, ക്ലാസ് വളരെ മനോഹരമായിരുന്നു. നെറ്റ് അൺമ്യൂട്ട് ആക്കാൻ പറ്റാഞ്ഞുകൊണ്ടാണ്. ശരിക്കും അധ്യാപകരെ സംബന്ധിച്ചുള്ള അപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു എനർജി കുട്ടികളിലേക്ക് കൊടുക്കുന്നുണ്ട്. ആരാണ് ഒരു അപ്രീസിയേഷൻ ആഗ്രഹിക്കാത്തത്? എല്ലാവരും ചെറിയ തോതിലെങ്കിലും നമ്മൾ ആ പോസിറ്റീവ് സ്ട്രോക്ക് കിട്ടുമ്പോൾ ശരിക്കും നമ്മളുടെ ഊർജം പുറത്തേക്ക് കൊണ്ടുവരാൻ ഒരുപാട്. സാറിന്റെ ക്ലാസ് എടുത്തപ്പം തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ ഓർക്കുന്നത് നാളെ ഏതൊക്കെ കുട്ടികളെ വേണം അപ്രീസിയേറ്റ് ചെയ്യാനെന്നുള്ള ഒരു ഇതിലേക്ക് പോവുകയാണ്. ശരിക്കും നമ്മൾ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഒന്ന് പുകഴ്ത്തുമ്പോൾ അവരിലുണ്ടാകുന്ന മാറ്റം വലിയ ഒരു മാറ്റമാണ്. അപ്പൊ നമ്മൾ ഒന്നുകൂടെ ഒരു പുനർവിചിന്തനത്തിന് ഈ ക്ലാസ് തീർച്ചയായിട്ടും അധ്യാപകർ എന്ന നിലയിലാണെങ്കിലും പേരൻസ് എന്ന നിലയിലും എപ്പോഴും നമ്മുടെ കുട്ടികളെ സദാ അവർ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും അപ്രീസിയേഷൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു വലിയൊരു ചിന്തയിലേക്ക് നമ്മളെ എല്ലാവരെയും കൊണ്ടുപോകാൻ സാറിന്റെ ക്ലാസ്സിനായി വളരെ തുടക്കം മുതലേ തന്നെ വളരെ സജീവമായിരുന്നു. എല്ലാവരും ആക്റ്റീവായിട്ട് പങ്കെടുക്കുകയും ചെയ്തു. താങ്ക് യു സർ. താങ്ക് യു. ഇനി ആരാണ്? നമ്മുടെ മറ്റുള്ള ചാപ്റ്ററുകളിൽ നിന്ന് വന്ന ഒരാൾ ഹാൻഡ് റൈസ് ചെയ്യേണ്ടത് സാറേ. അല്ല, ഹേമരാജൻ സാർ പറഞ്ഞില്ലേ? പറഞ്ഞതാണ്. നമ്മുടെ രതീഷ് സാറ് പറഞ്ഞില്ലല്ലോ. രതീഷ് സാർ ഇല്ല. അപ്പൊ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടല്ലേ? ഇനിയിപ്പോ ആരും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. എന്തായാലും തീർച്ചയായിട്ടും നല്ല പ്രതികരണങ്ങളാണ് നമുക്ക് ഈ ക്ലാസ്സിന് ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അഭിനന്ദനം അറിയിക്കുന്നു അനിൽകുമാർ സാർ. സൈസ് സാർ, ഇനി എന്താ പരിപാടി? സാറേ, അനിൽകുമാർ സാറിനെ ഒരു റിമാർക്സിന് വേണ്ടി വിളിക്കാം. അതിനിടയ്ക്ക് ഞാൻ 2 വാക്ക് സംസാരിച്ചോട്ടെ. പറഞ്ഞോളൂ. ഏറ്റവും അധികം നമുക്ക് പിന്നെ ഇപ്പൊ നേരെ ടീച്ചർ പറയുമ്പോഴത്തേക്കും പറഞ്ഞു സ്ട്രോക്ക് ഉണ്ട്. നമ്മള് ഈ സൈക്കോളജിയിലും അതുപോലെ തന്നെ NLP പിന്നെ അതിനകത്തൊക്കെ എടുക്കുന്നതാണ് സ്ട്രോക്ക് എന്ന് പറയുന്ന വാക്ക്. അപ്പൊ അത് ഒരാളെ പുകഴ്ത്തുകയോ അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള കാര്യം പറയുമ്പോഴത്തേക്കും നമ്മൾ കൊടുക്കുന്ന ഒരു അനുമോദനം, ആ അനുമോദനം അയാൾക്ക് ഹാപ്പി ഹോർമോൺസ് കൂടി ഉണ്ടാക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മളിൽ എന്തോ ഉണ്ടോ അതാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നമ്മളിൽ ഹാപ്പി ഹോർമോൺസ് ഉണ്ടെങ്കിലാണ് നമുക്കത് കൊടുക്കാൻ പറ്റുക. അതോടൊപ്പം തന്നെ നമുക്ക് അവരിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യും. അപ്പൊ അനിൽകുമാർ സാർ ഇന്ന് നമുക്കൊക്കെ ആ ഒരു അപ്രീസിയേഷൻ, ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ഈ ഒരു കവി പാടിയിട്ടുണ്ട്, നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു. ഇന്നിപ്പോ ഈ സെഷൻ ഇവിടെ മനോഹരമായിട്ട് സമ്മാനിച്ച അനിൽകുമാർ സാറിന് എങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പറയണമെന്നറിയില്ല. എന്തായാലും അനുമോദനത്തിന്റെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ സെഷൻ വളരെ മനോഹരമായിട്ട് ചില പരിചിതനെ പോലെ കൈകാര്യം ചെയ്ത ഹാരിസ് സാറിനും. ഹാരിസ് സാറെ, നമുക്ക് അനിൽകുമാർ സാറിനെ മറുപടിക്കായിട്ട് ക്ഷണിക്കാം. യെസ് സാറേ, ഇത്രയും പേര് നമ്മൾ ഫീഡ്ബാക്ക് പറഞ്ഞു കഴിഞ്ഞു. ഇനി സാറിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ സമയത്ത് പറയാം. എന്തെങ്കിലും ഇവിടെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പറയാം. താങ്ക് യു ഹാരിസ് സാർ, താങ്ക് യു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ 1.5 മാസം ഞാനൊരു റിസർച്ചിലായിരുന്നു, ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് അപ്രീസിയേഷൻ. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു 21 ദിവസത്തെ ഒരു സെഷൻ ഞങ്ങളൊരു ഗ്രൂപ്പിൽ എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. 21 ദിവസം തുടർച്ചയായിട്ട് 5:30 തൊട്ട് ഒരു 6:30 വരെ. അപ്പൊ ആ ഗ്രാറ്റിറ്റ്യൂഡിന്റെ പവർ, വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ഫോഴ്സ് ഇൻ ദ വേൾഡ്, ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് അപ്രീസിയേഷനും അഭിനന്ദനവും ഒരുമിച്ച് പോകുന്ന ആൾക്കാരാണ്. അപ്പൊ ത്രൂ അപ്രീസിയേഷൻ, ത്രൂ ഗ്രാറ്റിറ്റ്യൂഡ്, വി ക്യാൻ ഗ്രോ, വി ക്യാൻ
ഗ്രോ ഇൻ എ മോർ പവർഫുൾ ദാൻ വി എക്സ്പെക്ടഡ്. നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറം നമുക്ക് എത്താൻ കഴിയും. അപ്പൊ നമുക്ക് ഇതൊരു ആർട്ടാണ്. ലൈക്ക് എനി അതർ ആർട്ട്, വി ക്യാൻ പ്രാക്ടീസ് ഇറ്റ്, വി ക്യാൻ ട്രെയിൻ ഇറ്റ്, വി ക്യാൻ ഇൻ ടു പെർഫെക്ഷൻ. ഒരു 100% എത്താൻ കഴിയും. അതാണ് അതിൻ്റെ ഒരു ആർട്ട് വന്നത്. അപ്പൊ നമ്മളെ ജീവിതത്തിൽ എന്നും അഭിനന്ദനം ഉണ്ടാകട്ടെ. ആ അഭിനന്ദിക്കുന്ന വ്യക്തിയെ, അഭിനന്ദനത്തിന്റെ ആ കാരണത്തെ അറിഞ്ഞുകൊണ്ട്, ഹൃദയത്തിൽ ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് സ്പർശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതിയില്ലേ, അവരന്ന് ഉറങ്ങാൻ നേരത്ത് ഓർക്കുന്നൊരു മുഖം നമ്മളുടെ ആയിരിക്കും. അങ്ങനെ ഒരുപാട് പേർ അവർ ഈ ഭൂമിയിൽ വേണമെന്ന് ആഗ്രഹിക്കുമ്പോഴാണ് അവർ നല്ലൊരു വ്യക്തിത്വമായിട്ട് മാറുന്നത്. നമുക്ക് അങ്ങനെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, കൃതജ്ഞതാ മനോഭാവം, ആറ്റിറ്റ്യൂഡ് ഓഫ് അപ്രീസിയേഷൻ, അഭിനന്ദനത്തിന്റെ മനോഭാവം നമുക്കിങ്ങനെ വളർത്താം. ജീവിതത്തിൽ നമുക്ക് ഉയരങ്ങളിലെത്താം. ഒപ്പം ഫിസിക്കൽ ആലപ്പുഴയുടെ എല്ലാവിധ ആ ഭാരവാഹികൾക്കും ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. നമുക്കിവിടെ നല്ലൊരു ടീം പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. എൻ്റെ ഒരു സമയക്കുറവാണ്, മനോജ് സാർ വിളിക്കാറുണ്ട്, പക്ഷെ ഞാനും എത്തുന്നതാണ്. തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, ഞാൻ വീണ്ടും പറയുന്നു, ഞങ്ങളുടെ സന്ദേശം ലഹരിക്കെതിരെ അടിമപ്പെടുന്ന കുട്ടികളെ നമുക്ക് രക്ഷപ്പെടുത്തണം. അല്ലെങ്കിൽ നാളെ ഈ ഒരു ലോകം വല്ലാത്തൊരു രീതിയിലേക്ക് മാറും എന്നുള്ളൊരു റിസർച്ച് തന്നെ വരുന്നുണ്ട്. കാരണം കയ്യിൽ പണമുണ്ടെങ്കിലും ചികിത്സിക്കാൻ, അഡ്മിറ്റ് ചെയ്യാൻ സ്ഥലമില്ലാതെ വരുന്നൊരവസ്ഥ വരുമെന്നുള്ളതാണ് പഠന റിപ്പോർട്ട് പറയുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ വരുന്ന ഒരു കുട്ടിയെ നമ്മൾ രക്ഷപ്പെടുത്തുക ദൈവം കൊണ്ടുവരുന്നതാണെന്നാണ് ഞാൻ പറയുന്നത്. ഡു യുവർ ബെസ്റ്റ്. നമ്മുടെ സൈക്കോളജിയിലെ 3 L പറയുന്ന പോലെ തന്നെ നമ്മുടെ കയ്യിലേക്ക് ഒരു വിഷയം വരികയാണെങ്കിൽ ദെൻ ലുക്ക്, ലിസൺ, ലിങ്ക്. നമുക്ക് അവനെ ഒന്ന് കേൾക്കാം, അവനെ ഒന്ന് നോക്കാം, അവനെ കേൾക്കാം, നോക്കാം. നമുക്ക് പറ്റില്ല എങ്കിൽ ലിങ്ക് ടു അനദർ പേഴ്സൺ. അപ്പൊ 3 L ഇൻ സൈക്കോളജി. വി ക്യാൻ, നമ്മുടെ കയ്യിൽ വരുന്ന ഒരു കുട്ടിയെ നമുക്ക് രക്ഷപ്പെടുത്താം. അങ്ങനെ നമുക്ക് ഒരു ചെയിൻ ഓഫ് റിയാക്ഷൻ, ഈച്ച് വൺ ക്യാച്ച് വൺ. ഞാനും മനോജ് സാറൊക്കെ അങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഒരു ആൾക്കാരാണ്. ഒരാളെ രക്ഷപ്പെടുത്തുക. നമുക്ക് കൂടുതൽ പേര് വേണ്ട. നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു കുടുംബമാണ് രക്ഷപ്പെടുന്നത്. മേ ബി ടോക്ക് 1:4. ഒരു കുട്ടി മൂലം 4 പേരാണ് ഉറക്കമില്ലാത്ത രാത്രികൾ തള്ളി നീക്കുന്നത്, ആത്മഹത്യക്ക് വരെ ശ്രമിക്കുന്നത്. അപ്പൊ ആ ഒരു കുടുംബത്തെ നമുക്ക് രക്ഷപ്പെടുത്താം. ഈച്ച് വൺ ക്യാച്ച് വൺ. നമ്മൾ ഒരാളെ രക്ഷപ്പെടുത്തുക. അപ്പൊ നമ്മൾ പറയുന്നു, ആ കുട്ടി രക്ഷപ്പെടുകയല്ല, ആ കുട്ടി ഒരുപാട് പേരെ രക്ഷപ്പെടുത്തുന്ന ഒരു ഉത്തരവാദിത്ത മനോഭാവമുള്ളൊരു സ്റ്റുഡൻ്റായി മാറണമെന്ന് പറയുമ്പോഴാണ് നമ്മളുടെ ഒരു ബ്രോഡ് മൈൻഡ്, ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് നമുക്കുണ്ടാകുന്നത്. അപ്പൊ നമ്മളുടെ മൈൻഡ് സെറ്റ് ഗ്രോത്ത് ആക്കാം. ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് പഠിക്കാം. അപ്പൊ ഒരിക്കൽ കൂടി എന്നെ ക്ഷണിച്ച എല്ലാ നല്ല ആൾക്കാർക്കും, എന്നെ കേട്ട നല്ല ആൾക്കാർക്കും ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിച്ചുകൊണ്ട് താങ്ക് യു. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. PC ആലപ്പുഴയുടെ ഹൃദയാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. അത് വളരെ നന്ദിയോടെ സ്മരിക്കുന്നു. ഇനി പറഞ്ഞോളൂ. അനിൽ സാറേ, നല്ലൊരു ടോപ്പിക് തന്നെയാണ് എല്ലാവരും ഫീഡ്ബാക്കിലൂടെ എല്ലാം പറഞ്ഞു. അപ്രീസിയേഷൻ. കാരണം ആലപ്പുഴ ചാപ്റ്റർ ഏറ്റവും കൂടുതൽ അർഹിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇപ്പൊ സാർ ഇന്ന് ഇവിടെ കൊണ്ടുവന്നത് അപ്രീസിയേഷനില്. കാരണം 2 ദിവസമായിട്ട് ആലപ്പുഴയിൽ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്ത് നമ്മുടെ ചെയർമാനായ മനോജ് സാറ്, രാജേഷ് സാറ് അത്രയ്ക്കും വളരെ ഒരു മനോഹരമാക്കിയിട്ടാണ് അവിടെ പ്രോഗ്രാമൊക്കെ നമ്മൾക്ക് നൽകിയത്. അപ്പോ അങ്ങനെ നല്ലൊരു അപ്രീസിയേഷൻ അവർക്കൊക്കെ കൊടുക്കേണ്ടത് തന്നെയാണ്. അതുപോലെ ഹരി സാറ് നല്ല PD ആയിരുന്നു. എനിക്ക് നല്ല സന്തോഷം തോന്നി. ഹരി സാറൊക്കെ ഇങ്ങനെ PD ആയിട്ട് വന്ന് അനിൽ സാറിന്റെ ഒപ്പം ഇങ്ങനത്തെ ഈ ഒരു പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുന്നത് കാണുമ്പോൾ, അപ്പൊ എനിക്ക് വേറെ അനിൽ സാറിന് ക്ലാസ് എടുക്കാൻ വന്നപ്പോ ഞാൻ തന്നെ ഒരു 2-3 പ്രാവശ്യമെങ്കിലും അനിൽ സാറിന്റെ PD ആകാൻ സാധിച്ചിട്ടുണ്ട്. ഇതുപോലെ ആർട്ട് ഓഫ് പാരന്റിങ്, ആർട്ട് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, അങ്ങനെയല്ലേ. അപ്പോ അനിൽ സാർ കൊണ്ടുവരുന്ന എല്ലാ ഇതും വളരെ മനോഹരമായ ഒരു ക്ലാസ് തന്നെയാണ് നമുക്ക് എപ്പോഴും കിട്ടുന്നത്. അത് ആലപ്പുഴ ചാപ്റ്ററിന് ഇനിയും ഒരു നല്ല മുതൽക്കൂട്ടാവാൻ അനിൽ സാറ് മാറട്ടെ എന്ന് മാത്രം ആശംസിക്കുന്ന ഈ ഒരു അവസരത്തിൽ എല്ലാവിധ ആശംസകളും എല്ലാവർക്കും. താങ്ക് യു. ഓവർ ടു ഹരി സാർ. മനോജ് സാർ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായില്ലേ? താങ്ക് യു നിഷാമ. സജിത് സാർ